വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ ആരാധിക്കുവാനും ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠമായ സത്യങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന വിലയേറിയ നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് തലവടി ദൈവസഭ ഒരുക്കിയിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രി നിങ്ങളുടെ നടുവിൽ വന്ന് എന്നെ ജീവിപ്പിച്ച വിടുവിച്ച എനിക്ക് നിത്യജീവൻ തന്ന യേശു കർത്താവിനെ ഇന്ന് രാത്രിയും പരസ്യമായിട്ട് ഉയർത്താൻ ലഭിച്ച എല്ലാ ദൈവിക കൃപകൾക്കും നന്ദി പറയുന്നു. ഈ അനുഗ്രഹീത ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യനായ അഭിഷക്തൻ, ഈ ദൈവസഭയുടെ ആദരണീയനായ ദൈവഭൃത്യൻ, ഇന്ന് വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യന്മാരായ ദൈവദാസന്മാർ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗമായിരിക്കുന്ന കർത്താവിൽ വളരെ ബഹുമാന്യന്മാരും ശ്രേഷ്ഠന്മാരുമായിരിക്കുന്ന അഭിഷക്തന്മാർ, അനുഗ്രഹീതമായ ആരാധന ശുശ്രൂഷ നയിക്കുന്ന ശുശ്രൂഷകർ, കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രിമാർ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇത് ആത്മീക ശുശ്രൂഷയാണ്. ആണോ? ഇത് സമ്മേളനമല്ല, ഇത് ക്രിസ്ത്യാനികളുടെ സമ്മേളനമല്ല, ഇത് പെന്തക്കോസ്തുകാരുടെ സമ്മേളനമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. താങ്ക് യു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയം ആര് പ്രസംഗിക്കുന്നെന്നോ എത്ര പേര് വന്നെന്നോ ഒന്നുമല്ല. ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയം ഞങ്ങൾ എവിടെ കൂടിയാലും അവിടെ ഇറങ്ങി വരുന്ന ദൈവശക്തിയാണ്. ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ടോ? പെന്തക്കോസ്റ്റിന് ഒരു ഹീറോയേ ഉള്ളൂ. പെന്തക്കോസ് അനുഭവത്തിന് പെന്തക്കോസ്റ്റിന് ഒറ്റ ഹീറോയേ ഉള്ളൂ. പെന്തക്കോസ്റ്റിൻ്റെ ഹീറോയുടെ പേര് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പെന്തക്കോസ്റ്റിൽ നിന്ന് പോകുമോ അന്ന് പെന്തക്കോസ്റ്റ് ഒരു മതമായി മാറും. എന്ന് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്റ്റിനെ ഏറ്റെടുക്കുമോ അന്ന് മുതൽ പെന്തക്കോസ്റ്റ് ഒരു അനുഭവമായി മാറും. ഇന്ന് രാത്രിയും എനിക്ക് പറയാനുള്ളത്, ഞാൻ അനുഭവിച്ച, ഞാൻ വിശ്വസിച്ച, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പെന്തക്കോസ്റ്റ് എന്നത് ഒരു അനുഭവമാണ്, അതൊരു മതമല്ല. പെന്തക്കോസ്റ്റിനെ അനുഭവമാക്കി മാറ്റിയത് പ്രസംഗിക്കുന്ന പാസ്റ്റർ അല്ല, ലീഡ് ചെയ്യുന്ന പാസ്റ്റർ അല്ല, സഭയുടെ പാസ്റ്റർ അല്ല. പെന്തക്കോസ്റ്റ് എന്നും ഒരു അനുഭവമായി മാറിയത് അതിൽ പരിശുദ്ധാത്മാവുള്ളതുകൊണ്ടാണ്. ഇന്ന് രാത്രിയും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും നല്ല വാക്കുകളോ എൻ്റെ വാക്ചാതുര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്തു പറഞ്ഞാലും അതിൽ ആത്മശക്തി വ്യാപരിച്ചില്ലെങ്കിൽ ഈ ശുശ്രൂഷ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു പോവുക. നമ്മൾ ഒരുപാട് കൺവെൻഷനുകൾ ഇരുന്നിട്ടുള്ളവരാണ്, ഒരുപാട് പ്രസംഗങ്ങളുടെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. ഇനി നമുക്ക് കേൾക്കാൻ ബൈബിളിൽ ഒന്നുമില്ല. ഇനി എന്ത് കേൾക്കാനാണ്? ബൈബിളിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ കേട്ടവരാണ്. പ്രഗത്ഭന്മാരായ ശുശ്രൂഷകന്മാരിലൂടെ എത്രയോ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ട വചനം വിശ്വസിക്കുന്നവന് വേണ്ടി ആളത്വമായി ഇറങ്ങി വരുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നും വേദപുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത്. ആമേൻ പറഞ്ഞില്ല? കുഞ്ഞുങ്ങൾ എന്നെ കേട്ടോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഏതോ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ചു വച്ച കുറെ ആൽഫബറ്റുകൾ ഒത്തിണക്കി വച്ചിരിക്കുന്ന ബുക്കല്ല. ഒരു മതത്തിൻ്റെ അടിത്തറ പാകാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയെടുത്ത ഗ്രന്ഥമല്ല. ഈ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമെങ്കിൽ ഈ രണ്ടാമത് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുമായി കൂട്ടിമുട്ടാൻ പോകുന്നു, വ്യക്തികളുമായി കൂട്ടിമുട്ടാൻ പോകുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് കരങ്ങൾ ചേർത്ത് അടിച്ച് അല്പനിമിഷങ്ങൾ ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, എന്റെ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ,
ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള Once again, എന്റെ അത്ഭുതമായ ഉറക്കെ പറഞ്ഞേ, നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, Thank you, Holy Spirit. ശാരോനിൻ റോജാവേ, Thank you, Holy Ghost. പതിനായിരങ്ങളിൽ എന്റെ സുന്ദരനെ, പ്രിയപ്പെട്ടവരെ അങ്ങ് തൊടാൻ പോകുന്നതിന് നന്ദി പറയുന്നു. റോജാവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. സുന്ദരനെ, മനം തകർന്നവരെ ജീവിപ്പിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ഓ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ. ആ യേശുവിനെ ഉയർത്തുക. ശാരോനിൻ റോജാവേ, ഇവിടെ മറ്റൊന്നും ഉയർത്താനില്ല. പതിനായിരങ്ങളിൽ His name. സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ യേശുവേ, റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ ഓ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങേക്കു തുല്യനായ മാത്രം, കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഇവിടെ ഉയർത്തും. അങ്ങയുടെ നാമം എവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ സ്വാതന്ത്ര്യം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ രാത്രി കടന്നു വന്നിരിക്കുന്നത് വലിയ വിശ്വാസത്തോടെയാണ്. എൻ്റെ ഡയറിയിലെ നല്ലൊരു പ്രസംഗം ഈ ദേശക്കാരെ കേൾപ്പിക്കാൻ വന്നയാളല്ല ഞാൻ ഈ മക്കളെ ശുശ്രൂഷിക്കാൻ വന്നയാളാണ്. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാണ്. ആത്മാവിനെയും സദ്യമച്ചകളെയും വേർപിടിപ്പിക്കുന്നത് വരെ കടന്നു ചെല്ലുന്നതാണ്. അതിനേക്കാൾ ഉപരി അങ്ങയുടെ വചനത്തിന് ആയിത്തീരുവാൻ ശക്തിയുള്ളതാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ആയിത്തീരുവാൻ പോവുകയാണ്. സുവിശേഷത്തിനകത്ത് എന്തുണ്ടോ അതെല്ലാം ഈ പന്തലിൽ നിന്ന് ഇറങ്ങി വരണം. സുവിശേഷത്തിനകത്ത് കർത്താവ് എന്തൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്നിവിടെ വെളിപ്പെട്ടു വരണം. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞങ്ങൾ അനുഭവിക്കണം. കർത്താവ് ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ ശുശ്രൂഷ നിമിത്തം സകലരും അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്ന, ഇത് കഴിഞ്ഞെന്നെ കാണാൻ പോകുന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ എന്നെ ഭാഗമാക്കിയ ദൈവസഭയോട്, ഇതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന എല്ലാ മക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവിക സത്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയും ആ സത്യത്തെ അടിസ്ഥാനമിടുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം ദൈവദാസൻ വായിച്ച് കേൾപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം ഉണ്ടായി. ചിലരിപ്പോൾ ബൈബിളിൻ്റെ പകുതിയിലൊക്കെ ചെന്ന് നിൽക്കുന്നു. ബൈബിളിൻ്റെ പകുതിയിലോട്ട് പോകല്ലേ. ബൈബിളിൻ്റെ 1-ാമത്തെ പേജിലെ കാര്യമാണ് പറയുന്നത്. ചിലർ മറിച്ച് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം.
വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ഒരുമിച്ച് എൻ്റെ കൂടെ ആ വചനം ഒന്ന് പറയാമോ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അയ്യോ, നിങ്ങളും ഞാനും തമ്മിൽ ഒരു പിണക്കവുമില്ല. എൻ്റെ ദൈവമേ, ചിലരിയ്ക്കുന്നത് കണ്ടിട്ട് ഞാൻ 2021 ഇവിടെ വന്ന് ആരുടെ കയ്യിൽ നിന്നോ 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ മുങ്ങിയിട്ട് 2025 പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, പ്രൈസ് ലോർഡ്. ചിലരൊക്കെ അങ്ങ് ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ വിറച്ചു പോവുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ചേർന്നൊരു ആമേൻ വീണ്ടും പറയുക. ആമേൻ, ആമേൻ. വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ വേദപുസ്തകത്തിൻ്റെ അവസാനം വരെ, വേദപുസ്തകത്തിൻ്റെ 1-ാമത്തെ പേജ് മുതൽ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജ് വരെ നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയ സത്യത്തിൻ്റെ പേരാണ് വെളിച്ചം. ചേർന്ന് പറഞ്ഞോ, വെളിച്ചം. വെളിച്ചം. വേദപുസ്തകം തുടങ്ങുന്നത് മുതൽ വേദപുസ്തകം അവസാനിക്കുന്നത് വരെ നിങ്ങൾ കാണാൻ കഴിയുന്ന ഒന്നുണ്ട്. അതിൻ്റെ പേര് വെളിച്ചമെന്നാണ്. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ വെളിച്ചം ഉണ്ടായി. ചേർന്നൊരാമേൻ പറയാം. ഇത് സൂര്യ കേന്ദ്രീകൃത ജീവിതം അല്ല. ഇത് സൂര്യ കേന്ദ്രീകൃത ജീവിതമല്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്ന ജീവിതമല്ല. സൂര്യൻ അസ്തമിക്കുമ്പോൾ അസ്തമിക്കുന്ന ജീവിതമല്ല. ഇത് സൂര്യൻ ഉണ്ടായതിനു ശേഷമുണ്ടായ ജീവിതമല്ല. ഇത് സൂര്യനെ ഉണ്ടാക്കിയ ജീവിതമാണ്. കരമടിക്കാമെങ്കിൽ കരമടിച്ച ശബ്ദത്തെ ഒന്ന് സ്വീകരിച്ചു. This is not a sun-centered life. This is a God-centered life. This is a Christ-centered life. ഇന്നിവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുക, ഇവർ സൂര്യ കേന്ദ്രീകൃത ജീവിതത്തിൽ ഇരിക്കുന്നവരല്ല. ഇവർ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൽ ഇരിക്കുന്നവരാണ്. ആമേൻ. ഇത് സൂര്യനിലോ നക്ഷത്രങ്ങളിലോ നമ്മൾ കാണുന്ന ഭൗമണ്ഡലങ്ങളിലോ ആരംഭിച്ചതല്ല. ഇതാരംഭിച്ചത് ദൈവമെന്ന വെളിച്ചത്തിലാണ്. ഇത് അവസാനിക്കുമ്പോഴും വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുമ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്: അവിടെ സൂര്യൻ ഇല്ല. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് ചന്ദ്രൻ പ്രകാശം തരില്ല. അവിടെ നക്ഷത്രങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോഴും ബൈബിൾ പറയുന്നൊരു പദമുണ്ട്: അവിടെ വെളിച്ചം ഉണ്ടായിരിക്കും. ആമേൻ. കഴിഞ്ഞ 12-ലധികം വർഷമായി ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തോമസിൻ്റെ മകൻ ഫിലിപ്പോസിൻ്റെ മകൻ യേശുവിനെ പ്രസംഗിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ശ്രീദേവിയുടെ മകൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പല മൈതാനങ്ങളും പല ഗ്രൗണ്ടുകളും പല ഓഡിറ്റോറിയങ്ങളിലും എല്ലാവരും പ്രസംഗിച്ചിട്ട് കാറിക്കേറി പോകുന്ന പോലെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും പലരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഇന്നും ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിൽ പ്രസക്തമായ പല ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ആമേൻ, ഭാരതത്തിൽ എന്തിനാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്? ഇസ്രായേലിൽ പിറന്നു വീണ, ഇസ്രായേലിൽ ജനിച്ച, ഇസ്രായേലിൽ വളർന്ന യഹൂദന്മാരും റോമാക്കാരും കൂടെ പിടിച്ച് ക്രൂശിച്ച ആ വ്യക്തിയെ എന്തിനാണ് അരവിന്ദ് മോഹൻ ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത്? ഈ യേശു ക്രിസ്തു ഇന്ത്യയിൽ ആരാണ്? നിങ്ങളുടെ വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ് അതിൻ്റെ സത്യം? ഇങ്ങനെ തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും എൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആരാണ്ടോ ആർക്കൊക്കെയോ പറഞ്ഞു കൊടുത്തു, അരവിന്ദ് മോഹൻ ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കുന്നു, അരവിന്ദ് മോഹൻ മതം മാറ്റുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും നാട്ടുകാരല്ല, നമ്മുടെ കൂടെ ഇരുന്ന് ഹല്ലേലൂയ വിളിക്കുന്നവർ തന്നെയാണ്. നിങ്ങളാരും മിണ്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വ്യക്തികളുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്. അക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിൽക്കേണ്ടി വരും. വേണ്ടിയില്ല. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചു വളരാതെ മറ്റ് മതസമൂഹങ്ങളിൽ മതസംസ്കാരങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ വച്ച് യേശു ക്രിസ്തു എന്ന സത്യം മനസ്സിലാക്കി നിങ്ങൾ യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്, എന്തിനാണ് യേശുവിനെ വിശ്വസിക്കുന്നത്,
നിങ്ങളുടെ മതം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അപ്പൻ, അപ്പാപ്പൻ, മുതുമുത്തശ്ശന്മാർ അവർ ആചരിച്ചു പോന്ന സംസ്കാരങ്ങളോ മത സംഹിതകളോ അല്ലല്ലോ നിങ്ങൾ ആചരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു, എന്തുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങൾ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. അന്ന് ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് യേശു എൻ്റെ വയറുവേദന മാറ്റി, യേശു എനിക്ക് വീട് തന്നു, യേശു എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തി, യേശു എൻ്റെ മകനെ UK കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന മണ്ടത്തരം മറുപാടികളും കൊണ്ട് അവിടെ ചെല്ലരുത്. പറഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും പറയരുത്. ചിലരോട് യേശുവിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയുന്നത് തലവേദന മാറിയ കഥയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകും, അത് സത്യമാണ്. യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും, അത് സത്യമാണ്. സുവിശേഷം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തോ വലിയൊരു കാപട്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മഹാനിയോഗത്തിനകത്ത് നിങ്ങൾ പോയി ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ പ്രസംഗിക്കാൻ യേശു ആരോടും പറഞ്ഞില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആരോടും പറഞ്ഞില്ല, ഞാൻ ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, 3.5 വർഷം കൊണ്ട് എണ്ണിത്തീരാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഭൂമിയിലൊക്കെയും പോയി ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ ചെയ്യാനല്ല യേശു പറഞ്ഞത്, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ നീ പോയി ചെയ്യാനാണ് പറഞ്ഞത്. ഓ, നിങ്ങൾ ആമേനില്ല. നമ്മുടെ കൂട്ടർ അത്ഭുതങ്ങൾ പ്രസംഗിക്കുന്ന കൂട്ടരായി മാറി. എന്നാൽ സുവിശേഷം അകത്ത് കയറിയവൻ അത്ഭുതം പ്രസംഗിക്കുക മാത്രമല്ല, അവൻ യേശുവിൽ വിശ്വസിച്ചിട്ട് അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കും. തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ മതി. അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. ഈ സുവിശേഷത്തിനകത്ത് അത്ഭുതം പറയുകയല്ല, അത്ഭുതം ചെയ്യുക എന്നതാണ് നിയോഗമെന്ന് സുവിശേഷത്തിന്റെ യഥാർത്ഥ സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. യേശു ആരോടും അത്ഭുതം പ്രസംഗിക്കാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞത് പോയി ചെയ്യാനാണ്. അപ്പൊ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. പക്ഷേ ആ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വീര്യപ്രവൃത്തികളിലൂടെ നമ്മൾ യേശുവിൽ വന്നപ്പോഴാണ് ക്രിസ്തു യേശുവിൽ മറഞ്ഞു കിടക്കുന്ന സത്യം എന്നത് നമുക്ക് മനസ്സിലായത്. ആമേൻ. നമ്മളൊക്കെ പെന്തക്കോസ് അനുഭവങ്ങളിൽ വന്നത്, എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും പെന്തക്കോസ് അനുഭവത്തിൽ വന്നത് എല്ലാ അവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് ഇനി ഒരു സാധ്യതയും ഇല്ല എന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴാണ് നമ്മൾ പള്ളിയിൽ വന്നത്. നിങ്ങളിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനല്ല പാസ്റ്ററെ. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇന്ന് മുതൽ പെന്തക്കോസിൽ പോകാം. അങ്ങനെ വന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ അങ്ങനല്ലായിരുന്നു. എല്ലാ വഴിയും അടഞ്ഞ് നാളെ സൂര്യൻ ഉദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇനി ഒരു വഴിയുമില്ല, ഇനി ഒരു വഴിയുമില്ല, ജീവിക്കാനൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ചൊരു സമയത്ത് ഒരു 65 വയസ്സുള്ള അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, യേശു നിന്നെ വിടുവിക്കും. ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ എന്തോ അലർജിയാണ്. യേശു നിന്നെ വിടുവിക്കുമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അലർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് അലർജി ഉണ്ടായാലും ഞാൻ പറയാം, ഞാൻ ഈ യേശു എന്ന് പറയുന്ന സത്യത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെച്ചത് ഒരു പ്രസംഗകന്റെ ദൈവശാസ്ത്രം കേട്ടിട്ടല്ല. സിസ്റ്റമാറ്റിക് തിയോളജിയും ന്യൂമറ്റോളജിയും കൂടെ അരച്ച് കലക്കി കുടിച്ചിട്ടല്ല. ഞാൻ ആദ്യമായി യേശു എന്നൊരു ശബ്ദത്തെ വിശ്വസിച്ചത് ഒരു പാവപ്പെട്ട അമ്മച്ചി എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, യേശു നിന്നെ വിടുവിക്കും. ഞാൻ ഇന്ന് രാത്രി തലവടിക്കാരോട് പറയാം, ആ സുവിശേഷത്തിന് ശക്തിയുണ്ട്, അത് ഇന്നുമുണ്ട്, എന്നുമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവനോടും ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വലിയ സുവിശേഷം തന്നെയാണ്, യേശു നിന്നെ വിടുവിക്കും. ഇത് പറയാൻ ശക്തിയുള്ളവർ ഇവിടെ ഉണ്ടോ? സത്യമായിട്ട് ഞാൻ അങ്കിൾമാരെ നിങ്ങളോട് പറഞ്ഞോട്ടെ, എൻ്റെ മനസ്സിൽ യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ഒരു മതഗുരു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഒരു ദൈവം, ഇത്രമാത്രമാണ് എൻ്റെ സങ്കല്പം. ആമേൻ. പക്ഷേ ഈ അമ്മച്ചി എൻ്റെ ജീവിതത്തിൽ വന്ന് 17ാമത്തെ വയസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു പദമാണ്, യേശു നിന്നെ വിടുവിക്കും. ഈ അമ്മച്ചി പറഞ്ഞ യേശു എന്ന വാക്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറങ്ങുക, മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, ഉറങ്ങി എന്നെ കേൾക്കരുത്, എന്നിട്ട് വീട്ടിൽ പോയി മണ്ടത്തരങ്ങൾ പറയരുത്. ആമേൻ. അമ്മച്ചി എന്നോട് പറഞ്ഞത് യേശു നിന്നെ വിടുവിക്കുമെന്നാണ്.
എനിക്ക് അമ്മച്ചി പറഞ്ഞ യേശുവിലല്ല ആദ്യം വിശ്വാസം ഉണ്ടായത്. പിന്നെ ഈ അമ്മച്ചി ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മേലുണ്ടായ ധൈര്യത്തിലാണ് എനിക്ക് ആദ്യം വിശ്വാസം ഉണ്ടായത്. എനിക്ക് യേശുവിൽ വിശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തേലും കേട്ടിട്ട് പോയി പറയരുത്. ഈ അമ്മച്ചി ആദ്യം എന്നോട് പറഞ്ഞു, യേശു നിന്നെ വിടുവിക്കും. പക്ഷെ ഞാൻ ആദ്യം വിശ്വസിച്ചത് ഈ അമ്മച്ചി പറഞ്ഞ യേശു എന്ന വാക്കിലല്ല. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞപ്പോൾ ഈ അമ്മച്ചിക്കുണ്ടായ ധൈര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചിൽ എപ്പോഴും പഠിപ്പിക്കും, സുവിശേഷം പറയാൻ പോകുന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ പോയാൽ മതി. ചിലർ സുവിശേഷം പറഞ്ഞ് അതിനെ അങ്ങ് വിരൂപമാക്കുകയാണ്. നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ പറയണ്ട. സുവിശേഷത്തിനൊരു ശക്തിയുണ്ട്. അത് ഈ ലോകത്തിന്റെ ശക്തിയല്ല. സുവിശേഷത്തിനൊരു ഒരു അധികാരമുണ്ട്. അത് പറയുന്നവന്റെ അകത്തൊരു ധൈര്യം വേണം. പറഞ്ഞു കുളമാക്കരുത്. ഈ അമ്മച്ചിക്ക് ബൈബിൾ വായിക്കാൻ അറിയാവുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ അമ്മച്ചി പറഞ്ഞൊരു വാക്കിനകത്ത് അമ്മച്ചിക്കുണ്ടായ ഒരു ധൈര്യം, യേശു നിങ്ങളെ വിടുവിക്കും. ഈ ധൈര്യമാണ് ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പോകാം എന്നൊരു തീരുമാനം എടുത്തത്. നല്ല ആമേൻ പറയുമോ? അപ്പൊ ഈ അമ്മച്ചിയുടെ അകത്തുണ്ടായ ധൈര്യം, ഈ ധൈര്യത്തിൽ എനിക്ക് തോന്നി എന്തോ ഈ അമ്മച്ചി പറയുന്ന സ്ഥലത്ത് പോയാൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അടുത്ത അമ്മച്ചി എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. വാ വാ. ഈ അമ്മച്ചി ഇത് എന്നോട് പറയാൻ ഈ അമ്മച്ചിക്കുണ്ടായ ധൈര്യം എന്തായിരിക്കും? എൻ്റെ ചർച്ചിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് ഈ 65 വയസ്സുള്ള അമ്മച്ചി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ക്രിസ്ത്യാനികളല്ലാത്ത, ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിക്കുന്ന, ക്രിസ്ത്യാനിത്വത്തെ വിശ്വസിക്കാത്ത ശ്രീദേവിയോടും ശ്രീദേവിയുടെ മകനായ അരവിന്ദിനോടും ശ്രീദേവിയുടെ മകളായ അഞ്ജലിയോടും ഒരിക്കലും കാണാത്ത ഈ അമ്മച്ചി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് എൻ്റെ ചർച്ചിൽ വന്നാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും എന്ന് അമ്മച്ചിക്ക് ചങ്കുറ്റത്തോടെ പറയാൻ അമ്മച്ചിയുടെ അകത്ത് വിശ്വാസമുണ്ടായത് എല്ലാ ഞായറാഴ്ചയും അമ്മച്ചിയുടെ പള്ളിയിൽ പോയി ഉറങ്ങുകയല്ല, എല്ലാ ഞായറാഴ്ചയും ആ ചർച്ചിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സുവിശേഷത്തിന്റെ ശക്തി കെട്ടുപോയിട്ടില്ല. സുവിശേഷത്തിന്റെ ശക്തി നിർജീവമായിട്ടില്ല. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും സുവിശേഷം ആയിരങ്ങളെ തൊട്ടിരിക്കും. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ കൂട്ടസ്നാനങ്ങൾ നടന്നിരിക്കും. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഇനിയും ആയിരങ്ങൾ ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചാമേൻ പറ. സുവിശേഷം കെട്ടുപോയിട്ടില്ല. സുവിശേഷത്തിന്റെ ശക്തി കെട്ടുപോയിട്ടില്ല. നിന്റെ ചർച്ചിനകത്തുള്ള അത്ഭുതങ്ങൾ കെട്ടുപോയിട്ടില്ല. എന്തുകൊണ്ട് ചർച്ച് ഒരു പാരമ്പര്യത്തിലേക്ക് പോകുന്നു? എവിടെയോ പരിശുദ്ധാത്മാവിന്റെ അഭാവം. എന്തുകൊണ്ട് ഈ അമ്മച്ചി ധൈര്യത്തോടെ ഞങ്ങളോട് പറഞ്ഞു, എന്റെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും? അമ്മച്ചിക്കുണ്ടായ ധൈര്യം, ആ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നമ്മുടെ ആലയങ്ങളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കെട്ടുപോകാൻ സമ്മതിക്കരുത്. നമ്മുടെ ആലയങ്ങളിലും ഇങ്ങനെയുള്ള അധികാരങ്ങൾ കെട്ടുപോകാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ ചർച്ചിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ വീടിനടുത്ത് ഒരാൾ തകർന്ന് കിടന്നാൽ അയാളുടെ മുഖത്ത് നോക്കി എൻ്റെ ചർച്ചിൽ വന്നു പ്രാർത്ഥിച്ചാൽ നിന്റെ ചരിത്രം മാറുമെന്നൊരു വിശ്വാസി പറയണമെങ്കിൽ അഭിഷക്തന്മാരെ, നിങ്ങളുടെ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു അനുഭവമാണെന്ന് പറഞ്ഞത്. എനിക്ക് പെന്തക്കോസിന്റെ ചരിത്രം അറിയില്ല, പക്ഷേ പെന്തക്കോസിന്റെ ചരിത്ര പുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ചർച്ചുകളൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് സെന്റർ കൺവെൻഷൻ നടത്തിയിട്ടല്ല. നമ്മുടെ ചർച്ചുകളൊക്കെ ഇവിടെ ഉണ്ടായത് കൺവെൻഷൻ നടത്തിയിട്ടല്ല. ഏതോ അപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തിയപ്പോൾ ഉണ്ടായ ചർച്ചുകളാണ് ഇന്നത്തെ സെന്റർ
സ്ട്രക്ചറും സെക്ഷനും ഒക്കെ ആയിരിക്കുന്ന ചർച്ചുകൾ. എന്നെക്കാളും നന്നായി നിങ്ങൾക്ക് ഈ ചരിത്രം അറിയാം. എന്നാൽ ഈ ചരിത്രം പഠിച്ചു എന്നൊരു ചരിത്ര പഠിതാവിന്റെ വാക്കിൽ ഞാൻ പറയട്ടെ, പെന്തക്കോസ്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവിടെ പ്രസംഗകന്മാരുടെ പ്രസംഗ ക്വാളിറ്റി കണ്ടിട്ടല്ല ജനം രക്ഷിക്കപ്പെട്ടത്. വലിയ അരമനകളിൽ നിന്നും, വലിയ പള്ളികളിൽ നിന്നും വലിയ വ്യക്തികൾ അരമനകളും പള്ളികളും വിട്ട് അപ്പച്ചന്മാർ കൂടിയിരുന്ന ഷെഡുകളിലും ടാർപോളിന്റെ കീഴിലും അവർ വന്നത് അവിടെ പ്രസംഗമുള്ളത് കൊണ്ടല്ല, അവിടെ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. കരമടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കരമടിക്ക്. ഞാൻ ഇന്ന് രാത്രി ഒരു മകനായി നിന്നുകൊണ്ട്, ഒരു യുവ സുവിശേഷകനായി നിന്നുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയുന്നു, ഇനിയും ഒരു വലിയ ചലനം പട്ടണങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ. ചിലര് പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ഉണർവുകളൊന്നുമില്ല. ചിലർ പറയുന്നത് ഇനി ഉണർവുകളൊന്നുമില്ല, ഇനി ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അനുദിനം ഞാൻ കാണുന്നത് ദൈവത്തിന്റെ വലിയ ചലനങ്ങളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ ചർച്ച് ഷാരോൺ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ചർച്ചാണ്. ഈ ചർച്ചിനകത്ത് 17ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ കണ്ട കാഴ്ച, മാതാപിതാക്കൾ ചർച്ചിൽ വന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. മാതാപിതാക്കൾ ചർച്ചിൽ വന്ന് മക്കളുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ തിരുവനന്തപുരം പട്ടണത്തിൽ കർത്താവ് എനിക്കൊരു ചർച്ച് തന്നിട്ടുണ്ട്. ആ ചർച്ചിൽ ഞാൻ കാണുന്ന അത്ഭുതം എന്താണെന്നറിയോ? മക്കൾ ചർച്ചിൽ വന്ന് മാതാപിതാക്കളുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചർച്ചാണ്. ചിലരെന്നോട് പറഞ്ഞു, ഇനി വലിയ ചലനങ്ങളുമില്ല, എല്ലാ തലമുറകളും ഇത് വിട്ടുപോയി. പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല. എൻ്റെ ചർച്ചിലെ 85% ആൾക്കാരും യൗവനക്കാരാണ്. 12-ലധികം പാസ്റ്റർമാർ എനിക്കുണ്ട്. അതിലേറ്റവും പ്രായം കൂടിയ പാസ്റ്റർ ഞാനാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മളൊരു ജനറേഷനെ പിശാച് കൊണ്ടുപോയ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു തലമുറയെ സാത്താൻ കൊണ്ടുപോയ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ കൊണ്ടുപോയ കഥ പറയാനല്ല നമ്മളെ വിളിച്ചത്. പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന അടുത്ത അനുഭവങ്ങൾ പ്രസംഗിക്കാനാണ് നമ്മളെ വിളിച്ചത്. പിശാചു കൊണ്ടുപോയ കഥ പറയേണ്ട സ്ഥലമല്ല സഭ. എത്ര തകർന്നാലും, എത്ര അടച്ചാലും, എത്ര നിർത്തിയാലും, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ മുഴക്കമുണ്ടായി. വലിയൊരു തലമുറകളുടെ മടങ്ങിവരവ് സംഭവിക്കാൻ പോവുകയാണ്. വലിയൊരു തലമുറയുടെ മടങ്ങിവരവ് സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ ദൈവിക അനുഭവങ്ങൾ സത്യമാണ്. ആമേൻ. പരിശുദ്ധ അനുഭവങ്ങൾ സത്യമാണ്. നമ്മൾ ഇത്രയും വളർന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ആമേൻ. നമ്മൾ ഇത്രയും ഉയർന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ നിസ്തുല്യത എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്നതാണ്. ചേർന്ന് ആമേൻ പറയാമോ? അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരമ്മച്ചിയുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ചർച്ചിൽ പോയത്. പക്ഷേ ആ ചർച്ചിനകത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് മേൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമാണ്. എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് പിടിച്ച് അടുപ്പിച്ചത് എൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പല ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. യേശു നിങ്ങൾക്ക് എന്തു ചെയ്തു? യേശു നിങ്ങൾക്ക് എന്താണ് തന്നത്? ഇവിടുത്തെ പാസ്റ്റർമാർ നിങ്ങൾക്ക് എന്തു തന്നു? അരവിന്ദ് മോഹൻ ക്രിസ്ത്യാനിയാകാൻ ഇവിടുത്തെ പാസ്റ്റർമാർ എത്ര ലക്ഷം തന്നു? ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഇന്ത്യയുടെ സകല സംസ്ഥാനങ്ങളിലും, ലോകത്തിൻ്റെ വൻകരകളിലും, രാജ്യങ്ങളിലും ഈ വേദപുസ്തകത്തെ ഞാൻ പിടിച്ച്, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുമ്പോൾ, ഞാൻ പറയുന്ന സുവിശേഷം, വേദപുസ്തകം എൻ്റെ കണ്ണിലൂടെ, എൻ്റെ ആത്മക്കണ്ണിലൂടെ ഞാൻ കണ്ടപ്പോൾ, എന്താണ് സുവിശേഷം എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ, ഞാൻ സുവിശേഷത്തിന് 3 വാക്കാണ് കൊടുക്കുന്നത്. അതിലൊന്ന് വെളിച്ചം എന്നാണ്, 2 ജീവൻ എന്നാണ്, 3 സ്നേഹം എന്നാണ്. ഞാൻ മനസ്സിലാക്കിയ സുവിശേഷത്തിൻ്റെ സത്യം പറയട്ടെ, സുവിശേഷം ലൈറ്റ്,
ലൈഫ്, ലവ്. സുവിശേഷം എന്തു കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സുവിശേഷം ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് വെളിച്ചം കൊടുക്കും. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിയെ വെളിച്ചമാക്കും. സുവിശേഷം ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ ജീവൻ തുറക്കും. സുവിശേഷം ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ സ്നേഹമുണ്ടാകും. അപ്പൊ സ്നേഹം, ജീവൻ, വെളിച്ചം, ഇത് തുറക്കുന്നതാണ് സുവിശേഷം. ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ 3 സത്യങ്ങൾ ബൈബിളിൽ നിറഞ്ഞു കിടക്കുകയാണ്. വെളിച്ചം, ജീവൻ, സ്നേഹം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഈ വെളിച്ചം, ജീവൻ, സ്നേഹത്തിന് അദ്ദേഹം യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന മനുഷ്യൻ, ഹൃദയസ്പന്ദനം അറിയാവുന്ന മനുഷ്യൻ, യേശുവുമായി ഏറ്റവും അടുത്തഴുകിയ മനുഷ്യൻ, യേശുവിനെ തൊട്ടറിഞ്ഞവൻ, യേശുവിന്റെ ഹൃദയം മനസ്സിലാക്കിയ അപ്പോസ്തലനായ യോഹന്നാൻ കുറച്ചുകൂടെ പഠിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, യേശു വെളിച്ചം മാത്രമല്ല, അദ്ദേഹം നിത്യ വെളിച്ചമാണ്. യേശു ജീവൻ മാത്രമല്ല, അദ്ദേഹം നിത്യജീവനാണ്. യേശു സ്നേഹം മാത്രമല്ല, അദ്ദേഹം നിത്യ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അണയാത്ത വെളിച്ചം, മരണം കൊണ്ട് അവസാനിക്കാത്ത ജീവൻ, ആർക്കും തകർക്കാൻ കഴിയാത്ത സ്നേഹം. ഈ രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നത് ആ നിത്യ വെളിച്ചവും നിത്യജീവനും നിത്യ സ്നേഹവുമാണ്. ഒരുമിച്ച് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇപ്പൊ വേദപുസ്തകത്തിനകത്ത് സുവിശേഷം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നു മുതൽ ഇന്നു വരെയും ഭാരതത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വെളിച്ചത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമാണ്. ഇവിടെ നിങ്ങൾ വായിക്കപ്പെട്ട ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തെ ശബ്ദം, വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവം സംസാരിച്ച ആദ്യത്തെ ശബ്ദം, ദൈവത്തിൻ്റെ ഒന്നാമത്തെ ശബ്ദം, വെളിച്ചം ഉണ്ടാകട്ടെ. അവിടെ വെളിച്ചം ഉണ്ടായി. ഇവിടെ നിങ്ങൾ വായിക്കുന്ന വെളിച്ചം, ഈ വെളിച്ചത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ലൈറ്റ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ലൈറ്റ്. അവിടെ വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ വെളിച്ചമുണ്ടാകട്ടെ, അവിടെ വെളിച്ചമുണ്ടായി. എന്നാൽ ഈ വെളിച്ചത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ലൈറ്റ് എന്ന വാക്കല്ല ഈ വേദപുസ്തകം എഴുതിയ എബ്രായ ഭാഷയിലെ വെളിച്ചത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം ബൈബിൾ എഴുതിയത് മലയാളത്തിലല്ല, ബൈബിൾ എഴുതിയത് മലയാളിയുമല്ല. ഒരു പാസ്റ്ററോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, പാസ്റ്റർ, മലയാളം എന്ന ഒറ്റ ലാംഗ്വേജിനകത്ത് ബൈബിളിനെ ഒതുക്കരുത്. കാരണം ബൈബിൾ എഴുതപ്പെട്ടത് എബ്രായ, ഗ്രീക്ക്, അരാമിക് ഭാഷയിലാണ്. അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ മലയാളം മാത്രമേ വിശ്വസിക്കൂ, മലയാളമല്ലാതെ ഒന്നും വിശ്വസിക്കില്ല. ആ പാസ്റ്ററെ നമുക്കൊരിക്കലും പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ എത്ര വിശ്വാസികളുണ്ട്? പാസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് ചർച്ചില്ല, ഞാൻ പൊതു ശുശ്രൂഷകനാണ്. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. വളരാൻ ആഗ്രഹിക്കാത്തൊരു പാസ്റ്റർ ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭ മരിച്ചു. ഇതിന് സ്തോത്രം കിട്ടത്തില്ലെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ മനസ്സിൽ ചിന്തിച്ചതാണ്. അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു പാസ്റ്ററാണ് നിങ്ങളുടെ പാസ്റ്ററെങ്കിൽ നിങ്ങളുടെ ചർച്ച മരിച്ചു. ഒരു ചർച്ച് ജീവനോടെ എഴുന്നേൽക്കണമെങ്കിൽ ആ ചർച്ചിനെ നയിക്കുന്ന അഭിഷക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അറിയേണ്ട 3 കാര്യങ്ങളുണ്ട്: വളരുക, അറിയുക, ആയിത്തീരുക. നമുക്കെല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ചർച്ചിൽ ആള് വരണമെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല? ഇല്ല. കാരണം വന്നത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ. നമ്മുടെ കൺവെൻഷൻ നോട്ടീസിലൊക്കെ വരിക എന്നാണ്. ഇവർക്ക് മലയാളം അറിയത്തില്ലേ? വരിക എന്നാണ്. പക്ഷെ അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ എല്ലാവരും എൻ്റെ ചർച്ചയിൽ വരണമെന്ന് മാത്രമല്ല, വന്നവർ വളരണമെന്നാണ്. എവിടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്? എവിടെയാണ് നമ്മൾ അത്ഭുതമാകുന്നത്? വരുമ്പോഴല്ല, വളരുമ്പോഴാണ്. 25 വർഷമായി ഞാൻ ചർച്ചിൽ വരുന്നു എന്നല്ല എനിക്കറിയേണ്ടത്, വളർന്നോന്നാണ് അറിയേണ്ടത്. 50 വർഷമായി ഞങ്ങൾ ചർച്ചിലുണ്ട്, 50 വർഷമായി ചർച്ചിലുണ്ടത് വിഷയമല്ല. ഈ 50 വർഷമായി നീ വളർന്നോന്നാണ് അറിയേണ്ടത്. പുതു നിയമത്തിന്റെ അപ്പോസ്തലൻ, വെളിപ്പാടിന്റെ മനുഷ്യൻ പറയുന്നത് നാം ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്നാണ്. വളരണമെങ്കിൽ അറിയണം, അറിയാൻ ആഗ്രഹിക്കണം. എപ്പോഴും ഞാൻ അഭിഷക്തരോട് പറയാം, ദൈവമക്കളോട് പറയാം, നമ്മൾ എത്ര വർഷം ദൈവസന്നിധിയിൽ ഇരുന്നാലും, എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും
ഒരിക്കലും അറിഞ്ഞു എന്ന് പറയരുത്. വളർന്നു തീർന്നു എന്ന് പറയരുത്. നിങ്ങൾക്കും എനിക്കും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക സത്യമാണ് യേശു. അത് അറിയുക, വളരുക, ആയിത്തീരുക. അപ്പോസ്തലന്റെ വലിയൊരു പ്രസ്താവനയാണത്. അദ്ദേഹത്തെ പോലെ അത്ഭുതം ചെയ്തൊരു മനുഷ്യനില്ല കാലത്ത്. അദ്ദേഹത്തെ പോലെ വെളിപ്പാടുകൾ എഴുതിയൊരു മനുഷ്യനില്ല. അദ്ദേഹത്തെ പോലെ സഭകൾ സ്ഥാപിച്ചൊരു മനുഷ്യനില്ല. അദ്ദേഹത്തെ പോലെ യാത്ര ചെയ്തൊരു മനുഷ്യനില്ല. അത്രയും അത്ഭുതമായ മനുഷ്യന്റെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കണം, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മൾ 5 സ്ഥലത്ത് പ്രസംഗിച്ചാൽ പിന്നെ നമ്മളെല്ലാം ആയെന്നാണ്. 8 രോഗി സൗഖ്യമായാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പാടുകളും യാത്രകളും സുവിശേഷത്തെ ജാതീയ മണ്ണിൽ കൊണ്ടുപോയ ആമേൻ കൊടുങ്കാറ്റ് പോലെ വെളിപ്പാടിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിപ്പിച്ച ആ മനുഷ്യന്റെ അടുക്കൽ നിങ്ങൾ ചോദിച്ചാൽ ആ മനുഷ്യന്റെ അവസാനത്തെ വാക്കു എന്താണെന്നറിയോ? എനിക്കിനിയും അറിയണം, എനിക്കിനിയും വളരണം, എനിക്കിനിയും ആകണം. ഞാൻ ചോദിച്ചു, എന്താണ് അറിയേണ്ടത്, എന്താണ് വളരേണ്ടത്, എവിടെയാണ് ആകേണ്ടത്? ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്കിനിയും അവനെ അറിയണം, എനിക്കിനിയും അവനിൽ വളരണം, എനിക്കിനിയും അവനെ പോലെ ആകണം. സുവിശേഷത്തിന്റെ ശക്തി ഒരു മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കുകയല്ല, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുകയാണ്. സുവിശേഷത്തിന്റെ ശക്തി ഒരു മനുഷ്യനെ അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ശരിയാക്കുകയല്ല. സുവിശേഷത്തിന്റെ ശക്തി ഒരു മനുഷ്യനെ പുതിയതാക്കുകയാണ്. സുവിശേഷത്തിന്റെ ശക്തി ഒരു മനുഷ്യൻ അതിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്ത്യാനിയാകുകയല്ല, അവൻ ക്രിസ്തുവിനെ പോലെയാകുകയാണ്. ആമേൻ. ഇതിന് നാം അല്ലെങ്കിൽ നമ്മുടെ മേൽ തുറന്നു വരേണ്ട ഒരു വസ്തുതയാണ് വെളിച്ചം. ചേർന്ന് പറഞ്ഞ വെളിച്ചം. ഇവിടെ കൊടുത്തിരിക്കുന്ന വെളിച്ചം എന്ന വാക്കിന് നമ്മൾ ഈ കാണുന്ന ലൈറ്റ് അല്ല. വേദപുസ്തകത്തിൽ ദൈവം വെളിച്ചം എന്ന് പറയുന്ന വാക്കുകൾക്ക് ബൈബിളിൻ്റെ ലാംഗ്വേജ്, ബൈബിളിൻ്റെ ദൈവശാസ്ത്രം നമ്മൾ കാണുന്ന വെളിച്ചമല്ല. ആ വെളിച്ചത്തിന് എബ്രായ ഭാഷയിൽ ഓർ എന്ന വാക്കാണ്. ഓർ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം എന്നല്ല, ജീവൻ കൊണ്ടുവരുന്ന വെളിച്ചം. ലൈഫ് ഗീവിംഗ് ലൈറ്റ്, ജീവൻ കൊണ്ടുവരുന്ന വെളിച്ചം, ജീവൻ ഉള്ള വെളിച്ചം. ഈ വെളിച്ചത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ. കർത്താവെ, ആദ്യമായിട്ട് സുവിശേഷ യോഗത്തിന് വന്ന ഇത്രയും പേർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ അരവിന്ദ് മോഹന്റെ വെളിച്ചമായി മാറി. അപ്പോൾ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് ലൈറ്റ് മാത്രമല്ല, ഇതിനകത്ത് ലൈഫുണ്ട്. ഈ രാത്രി ഈ വെളിച്ചം എന്നെ തൊട്ടാൽ ഒരു വെളിച്ചം തൊടുകയല്ല, വെളിച്ചത്തിൽ നിന്ന് ജീവൻ വരികയാണ്. അപ്പൊ യേശു എന്ന സുവിശേഷത്തിന്റെ ശക്തി ഇതൊരു സ്ഥലത്ത് വന്നാൽ അവിടെ ജീവൻ വരികയാണ്. ഇന്നു രാത്രി സുവിശേഷ യോഗത്തിന്റെ 2ാമത് രാത്രി, എത്ര തകർന്ന വ്യക്തിയോട് ഞാൻ പറയാം, ഈ വെളിച്ചം നിങ്ങളുടെ മേൽ വന്നാൽ അവിടെ ജീവൻ വരികയാണ്. ചേർന്ന് പറയാമോ? വെളിച്ചം. വെളിച്ചം. വേദപുസ്തകത്തിൽ വെളിച്ചം എന്ന് പറയുന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദം പറയാം. ഒന്ന് ഓർ എന്ന എബ്രായ പദമാണ്, ലൈഫ് ഗീവിംഗ് ലൈറ്റ്, ജീവൻ കൊടുക്കുന്ന വെളിച്ചം. വെളിച്ചത്തിന് ബൈബിൾ പഠിപ്പിക്കുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത് ജ്ഞാനം എന്നാണ്, വിസ്ഡം എന്നാണ്, റെവലേഷൻ എന്നാണ്. വെളിപ്പാട്, ജ്ഞാനം, അറിവ്. അതിനും ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പദം
വെളിച്ചം എന്ന് തന്നെയാണ്. ഇരുട്ടിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ ഒരർത്ഥം അജ്ഞത എന്നാണ്, അറിവില്ലായ്മ, ഇഗ്നറൻസ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എൻ്റെ വീട്ടിനകത്ത് അന്ധകാരം ഇരിക്കുന്നെന്ന്. ഒരാൾ പണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, രാത്രി വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കാണ്, പാസ്റ്ററെ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ഇരുട്ടാണ്. ഞാൻ അറിയാൻ പാടില്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഞാനും കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ടാണ്. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇരുട്ട്, പ്രാർത്ഥിച്ച് പകുതിയാകുമ്പോഴും ഇരുട്ട്, പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ഇരുട്ട്, അന്ധകാരം. പക്ഷെ 20 വർഷമായിട്ട് അഭിഷേകത്തിൽ ആരാധിക്കും. പക്ഷെ വീട് മുഴുവൻ അന്ധകാരം, ദേശം മുഴുവൻ അന്ധകാരം, ഫുൾ അന്ധകാരം. എൻ്റെ ആൻറ്റി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സുവിശേഷവും നിങ്ങൾ പറയുന്ന വാക്കും തമ്മിൽ ഒരിക്കലും യോജിക്കുന്നില്ലല്ലോ. എൻ്റെ അങ്കിള്, നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകവും നിങ്ങൾ പറയുന്ന വാക്കും തമ്മിൽ ഒരിക്കലും ചേർന്ന് വരുന്നില്ലല്ലോ. ഇന്ന് പലർക്കും ബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധനമാണ്. നിങ്ങളാരും മിണ്ടുന്നുമില്ല. ഇപ്പം ഞാൻ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് വരെ സംശയം തോന്നും. ഇന്ന് ആർക്കും ബന്ധത്തെക്കുറിച്ച് പറയാനില്ല. ഇന്ന് എല്ലാവർക്കും പറയാനുള്ളത് ബന്ധനത്തെക്കുറിച്ചാണ്. വീടിൻ്റെ ഗേറ്റ് മുതൽ അടുക്കള വാതിൽ വരെ നിറഞ്ഞു കിടക്കുന്ന ബന്ധനം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞോട്ടെ, യേശു കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് ബന്ധനത്തിലേക്കല്ല, ബന്ധത്തിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ ഈ ലോകം അറിയേണ്ടത് ബന്ധനമല്ല, ബന്ധമാണ്. എവിടെയാണോ നമ്മളൊരു വിഷയത്തിൽ അജ്ഞരായിരിക്കുന്നത്, അറിവില്ലാത്തവരായിരിക്കുന്നത്, എവിടെയാണോ എനിക്കൊരു വിഷയത്തിൽ അറിവില്ലാതെ പോകുന്നത്, അതിന് ബൈബിൾ പറയുന്ന ഒരു ഭാഷയാണ്, ആ മേഖലയിൽ എനിക്ക് ഇരുട്ടാണ്. അവിടെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം നിങ്ങൾ ഈ കാണുന്ന ഡാർക്ക്നെസ് അല്ല. എനിക്ക് ആ വിഷയം സംബന്ധിച്ച് ഞാൻ അറിവില്ലാത്തവനാണ്, ഞാൻ അജ്ഞതയിൽ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. എവിടെയാണോ എനിക്ക് അറിവില്ലാത്തത്, ഏത് മേഖലയിലാണോ എനിക്ക് അജ്ഞതയുള്ളത്, ആ അജ്ഞതയിലാണ് പിശാച് ഭരിക്കുന്നത്. ഈ നാട്ടിലെ മന്ത്രവാദിക്ക് ശക്തിയുള്ളത് കൊണ്ടല്ല, ഇവിടുത്തെ ആഭിചാരകന് ശക്തിയുള്ളത് കൊണ്ടല്ല, ഇവിടുത്തെ ദേശാധിപതിക്ക് ശക്തിയുള്ളത് കൊണ്ടല്ല. ഏതൊക്കെയോ മേഖലയിൽ ഞാനും നീയും അറിവില്ലാത്തവരായി ജീവിക്കുന്നു. ദൈവം തുറന്ന ഏതൊക്കെയോ ശ്രേഷ്ഠകരമായ ജീവിതത്തെക്കുറിച്ച് എനിക്ക് അറിവില്ല. ക്രിസ്തു മുഖാന്തരം എനിക്ക് തുറന്നു തന്ന ജയകരമായ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയില്ല. ആ മേഖലയിൽ ഞാൻ അജ്ഞനാണ്. എൻ്റെ അജ്ഞതയാണ് പിശാച് എന്നെ ഭരിക്കാൻ അവന് കഴിയുന്നത്. എന്നാൽ ഈ രണ്ടാമത് രാത്രി സഭകളോട് ഞാൻ പറയുന്നു, വെളിച്ചം വരട്ടെ. ആന്റിമാരെ, പിശാചിന്റെ ഭരണകേന്ദ്രം നമ്മുടെ അറിവില്ലായ്മയാണ്. അങ്കിൾമാരെ, പിശാചിന്റെ ഭരണകേന്ദ്രം നമ്മുടെ അജ്ഞതയാണ്. കാരണം അവൻ ഇരുട്ടിന്റെ രാജകുമാരനാണ്. അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അജ്ഞനായിരിക്കണം. ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകരുത്. ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും അറിയരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ സുവിശേഷത്തിൻ്റെ തേജസ്സിൻ്റെ വെളിച്ചം മനുഷ്യരിൽ പ്രകാശിക്കാതിരിക്കാൻ അവൻ ജനത്തിൻ്റെ, അവിശ്വാസികളുടെ കണ്ണു കുരുടാക്കി. ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നിന്റെ വീട് കൊണ്ടുപോവുക അല്ല. ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നിന്റെ കൊച്ചിനെ UK ഇങ്ങോട്ട് പിടിക്കുക അല്ല. ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നിത്യ തേജസ്സിൻ്റെ സുവിശേഷമായ ഈ വെളിച്ചത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കരുത്, മനുഷ്യർക്ക് വിളങ്ങരുത്. അവിടെയാണ് നമ്മുടെ ദൗത്യം, അവിടെയാണ് നമ്മുടെ മിനിസ്ട്രി, അവിടെയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശുശ്രൂഷ. ഈ ലോകത്തിൻ്റെ പ്രഭു ജനത്തിൻ്റെ കണ്ണുകളെ അന്ധരാക്കി, ജനത്തിൻ്റെ കണ്ണുകളെ കുരുടാക്കി ഈ സുവിശേഷം
സുവിശേഷത്തിന്റെ വെളിച്ചം, ഈ തേജസ്സിന്റെ സുവിശേഷം അവർക്ക് പ്രകാശിക്കാതിരിക്കാൻ അവരുടെ കണ്ണ് കുരുടാക്കുമ്പോൾ ഞാനും നീയും എന്ന സുവിശേഷകൻ ആ അന്ധതയെ തകർത്ത് ഈ സുവിശേഷത്തിന്റെ ശക്തിയെ അന്ധതകൾക്കകത്ത് കിടക്കുന്ന ജനത്തിന്റെ മേൽ ഈ സുവിശേഷത്തിന്റെ തേജസ്, ഈ സുവിശേഷത്തിനൊരു തേജസ് ഉണ്ട്, ഈ സുവിശേഷത്തിനൊരു വെളിച്ചമുണ്ട്. അപ്പൊ വെളിച്ചവും ഇരുട്ടും അത് ബൈബിളിലെ പ്രസക്തമായൊരു ഭാഗമാണ്. അപ്പൊ നമ്മുടെ അറിവില്ലായ്മയ്ക്ക് ബൈബിൾ കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഡാർക്ക്നെസ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം അതെങ്ങനെ ഡീല് ചെയ്യണമെന്നുള്ള അറിവ് നമുക്കില്ല. നമ്മുടെ ഭവനത്തിൽ കടന്നു പോകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം അവിടെ ഞാൻ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന അറിവ് നമുക്കില്ല. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കള്ളനോട്ടുകളുണ്ട്. 500-ന്റെ നല്ല നോട്ട് ഇറങ്ങുമ്പോൾ അതേ 500-ന്റെ എണ്ണി തീർക്കാൻ കഴിയാത്ത കള്ളനോട്ട് ഇറങ്ങും. ഒരു ബാങ്കിലും റിസർവ് ബാങ്ക് അടിച്ചിറക്കിയ നോട്ട് ഏതാന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ ഒരു ബാങ്കിലും ഇന്ന് വരെ ഇറങ്ങിയ കള്ളനോട്ടിന്റെ ഓരോ കോപ്പി കൊണ്ടുവച്ച് പഠിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നോക്കൂ, മനസ്സിലായോ? റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കിയ യഥാർത്ഥ നോട്ട് ഏതാന്ന് മനസ്സിലാക്കാൻ ഇന്ന് വരെ ഇവിടെ ഇറങ്ങിയ കള്ളനോട്ടുകളുടെ കോപ്പി കൊണ്ടുവച്ച് ഇത് കള്ളനോട്ടാണ്, ഇത് കള്ളനോട്ടാണ്, ഇത് കള്ളനോട്ടാണെന്ന് പഠിപ്പിക്കില്ല. കള്ളനോട്ടിനെ കണ്ടുപിടിക്കാൻ റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കിയ യഥാർത്ഥ നോട്ട് എന്താന്നേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞോട്ടെ, പിശാചിന്റെ കള്ളത്തരങ്ങളെ മനസ്സിലാക്കാൻ പിശാചിന്റെ പുറകെ അല്ല പോകേണ്ടത്. പിശാചിന്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ എവിടെയാണ് പിശാച് എന്നെ ബന്ധിച്ചതെന്നല്ല പോകേണ്ടത്. ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന സത്യത്തിലേക്കാണ് തിരിയേണ്ടത്. എന്റെ ബന്ധനം എവിടെ നിന്ന് വന്നു, എന്റെ പ്രതികൂലം എവിടെ നിന്ന് വന്നു, എന്റെ ബന്ധനം ആരാണ് ചെയ്തത്, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതല്ല അറിയേണ്ടത്. എന്റെ മഹത്വം എവിടെ നിന്ന് വന്നു, എന്റെ ബന്ധം എവിടെ നിന്ന് വന്നു, ഇത് ആര് തുറന്നു, ഇത് ആരിലൂടെ തുറന്നു, എന്നെ ആരാക്കി, എന്നെ എന്താക്കി, എന്നെ എവിടെയാക്കി. സകല കാപട്യത്തെയും തിരിച്ചറിയാൻ സത്യത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സത്യം നമ്മൾ അറിയുകയും. ഇപ്പൊ വെളിച്ചത്തിന് ബൈബിൾ കൊടുക്കുന്ന ഒരു പദമാണ് അറിവ്, വിസ്ഡം, ജ്ഞാനം, വെളിപ്പാട്. ഇരുട്ടിന് ബൈബിൾ കൊടുക്കുന്ന ഒരു പദത്തിന്റെ അർത്ഥമാണ് അജ്ഞത, അറിവില്ലായ്മ. ഞാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിൽ പലരോടും പ്രവചിക്കാം, നിങ്ങളുടെ ഭവനത്തിൽ ഇന്നും ചില നഷ്ടങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ പിശാച് വലിയവനായതുകൊണ്ടല്ല, എവിടെയോ നീ അജ്ഞനായിരിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ഇന്നും ഐക്യത നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് ദേശത്തിന്റെ പിശാച് വലിയതായതുകൊണ്ടല്ല. അഭിഷേകം പ്രാപിച്ച നിങ്ങൾ വീടിനകത്ത് ഏതൊക്കെയോ മേഖലകളിൽ ഇന്നും അറിവില്ലാത്തവരായി ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ അറിവില്ലായ്മയെ ആണ് അവസരമാക്കി പിശാച് എടുക്കുന്നത്. ഇതിനാമേൻ പറയാൻ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ആദ്യത്തെ ശബ്ദം വെളിച്ചമുണ്ടാകട്ടെ. ബൈബിൾ ആരംഭിക്കുന്നത് ഭൂമി പാഴും ശൂന്യമായി, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാനായിരുന്നെങ്കിൽ അടുത്ത 200 പേപ്പർ എന്റെ പ്രസംഗ വിഷയം ആഴത്തിലെ ഇരുൾ. ഞാനായിരുന്നെങ്കിൽ അടുത്ത 10 ചാപ്റ്റർ ആഴത്തിലെ ഇരുൾ. എന്നാൽ ദൈവത്തിന്റെ ഒന്നാമത്തെ ശബ്ദം വെളിച്ചം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നും
ഇതുപോലെയുള്ള അജ്ഞതകൾ കാരണം നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അജ്ഞതകളിൽ നിന്ന് നിങ്ങൾക്ക് ജയിക്കാൻ, ആ അറിവില്ലായ്മയിൽ നിന്ന് തിരിച്ചു വരാൻ യേശു എന്ന വെളിച്ചം ഈ രാത്രി നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ. ദൈവത്തിന്റെ ഒന്നാമത്തെ ശബ്ദം വെളിച്ചമെന്നാണ്. സുവിശേഷത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന സത്യവും അത് തന്നെയാണ്, വെളിച്ചം. ഒരു കുടുംബത്തിൽ സുവിശേഷം വരുമ്പോൾ വെളിച്ചം വരും. സുവിശേഷം വരുമ്പോൾ മതമല്ല വരുന്നത്, വെളിച്ചമാണ് വരുന്നത്. ഈ വെളിച്ചം വരുമ്പോഴാണ് നമുക്ക് കണ്ണു തുറക്കുന്നത്. ആമേൻ പറഞ്ഞില്ല. വെളിച്ചം വരുമ്പോഴാ നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കാനുള്ള കണ്ണു തുറക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷ വെളിച്ചം വന്നപ്പോഴാ ഞാൻ എത്ര കാപട്യത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഈ സുവിശേഷത്തിന്റെ വെളിച്ചവനിൽ വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞൊരു കാലഘട്ടങ്ങളിൽ ഞാൻ ജീവിച്ചു പോന്ന ഇരുൾ എത്ര ഭയങ്കരമായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. അപ്പൊ വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുക എന്നതും കൂടെയാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ ആമേൻ എല്ലാം പാഴും ശൂന്യമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശബ്ദം വെളിച്ചമുണ്ടാകട്ടെ എന്നാണെങ്കിൽ, ആ വെളിച്ചത്തിനകത്ത് നിന്ന് അടുത്ത വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് സകലതും വെളിപ്പെട്ടു വരികയാണ്. വെളിച്ചം വന്നാൽ പലതും വെളിപ്പെട്ടു വരും. കണ്ണുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? 1 2 3 4. ദൈവമേ, ഞാൻ അന്ധന്മാരാണോ പ്രസംഗം? കണ്ണുള്ളവര് എല്ലാവർക്കും കണ്ണുണ്ട്. കാഴ്ചയുള്ളവർ ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കണ്ണുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് നിങ്ങൾക്കും എല്ലാം കണ്ണുണ്ട്. കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് കുറച്ച് കാഴ്ച കുറവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്പെക്സ് വെച്ചിട്ടുണ്ട്, എന്നാലും കാണാം. എല്ലാവർക്കും കാഴ്ചയുണ്ട്. അപ്പം നമുക്ക് കണ്ണുണ്ട്, എല്ലാവർക്കും കാഴ്ചയുണ്ട്. പക്ഷെ നിങ്ങളിവിടെ വരുമ്പോൾ, ഞാനിവിടെ വരുമ്പോൾ, ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നത് കണ്ണുള്ളത് കൊണ്ടോ കാഴ്ചയുള്ളത് കൊണ്ടോ മാത്രമല്ല, ഇവിടെ വെളിച്ചമുള്ളത് കൊണ്ടാണ്. ആമേൻ. കണ്ണുണ്ടോ പാസ്റ്ററെ? കണ്ണുണ്ട്. കാഴ്ചയുണ്ടോ? പെർഫെക്റ്റ്. പക്ഷെ നിനക്ക് ചിലത് കാണണമെങ്കിൽ അവിടെ വെളിച്ചം വരണം. എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കാഴ്ചയുണ്ട്, എന്നിട്ടും എന്റെ യേശു ആരാന്ന് മനസ്സിലാക്കാത്തെ? അത് മനസ്സിലാക്കി തരുന്ന വെളിച്ചം നീ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ വെളിച്ചം ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ, വെളിച്ചം വരുമ്പോഴാണ് ഈ ഫ്ലവറിന്റെ ഭംഗി നിങ്ങൾ കാണുന്നത്. ഈ വെളിച്ചമാണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വെളിച്ചമാണ് ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെളിച്ചത്തിന്റെ അഭാവം ദൈവം നമുക്ക് സൃഷ്ടിച്ച പലതും എന്തിനാണെന്നും എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണ് അതിൽ ജീവിക്കേണ്ടതെന്നും ഞാൻ എങ്ങനെയാണത് അനുഭവിക്കേണ്ടതുമെന്നുള്ള എൻ്റെ അറിവിൽ നിന്നും എന്നെ കെടുത്തിക്കളയും. ആമേൻ. അപ്പൊ വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ പലർക്കും മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ ദൈവം നമുക്ക് തുറന്നു തരിക എന്നാണ്. ചേർന്നൊരു ആമേൻ പറയുമോ? ഈ രണ്ടാമത് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞോട്ടെ, പലർക്കും മറഞ്ഞു കിടന്നതിനെ നമുക്ക് തുറന്നു തരാൻ ഒരു വെളിച്ചം വരുന്നു. കാലങ്ങളായി മറഞ്ഞു പോയതിനെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു തരാൻ വെളിച്ചം വരുന്നു. ദൈവസഭയുടെ, നമ്മുടെ ശുശ്രൂഷയുടെ, നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ജീവിതത്തിന്റെ മഹാത്മ്യത എന്തെന്ന് കണ്ണു തുറന്ന് കാണുവാൻ
ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് മറഞ്ഞിരുന്ന സത്യം, ഒരു കാലഘട്ടത്തിന് അറിയാത്തൊരു സത്യം അവർക്ക് മറഞ്ഞുപോയത് നമുക്ക് തുറന്നു വരികയാണ്. ഇതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കേ, ഈ ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ച സൃഷ്ടി, മനുഷ്യൻ്റെ സൃഷ്ടി, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ഭൂമിയുടെ സൃഷ്ടി, ഇതൊന്നും മോശ ജീവിച്ചിരുന്നപ്പോൾ നടന്നതല്ല. ഇതൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മോശ എഴുതി വെച്ചതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1, 2, 3 ദൈവം ചെയ്യുന്ന സമയത്ത് മോശയില്ല. പക്ഷേ മോശയുടെ മുമ്പിൽ ആ കാലഘട്ടത്തെ ദൈവം വെളിച്ചം കൊണ്ട് തുറന്നു കൊടുത്തു. ആമേൻ. ദൈവത്തിൻ്റെ ചലനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവം ചലിക്കുന്ന മേഖലകൾ കാണാൻ അവിടെ ദൈവത്തിൻ്റെ വെളിച്ചം തുറക്കണം. മോശയില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ മോശയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് മോശ ഒരു ദർശകൻ എന്നാണ്. ദർശകൻ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നവൻ. ഭൗമിക കണ്ണുകൊണ്ട് കണ്ടയാളല്ല, ആത്മീക വെളിപ്പാട് കൊണ്ട് കണ്ടയാൾ, ആത്മീക വെളിച്ചം കൊണ്ട് കണ്ടയാൾ. മോശ ദൈവത്തിൻ്റെ പദ്ധതികളെയും പ്രവൃത്തികളെയും ഭൗമിക കണ്ണുകൊണ്ടല്ല കണ്ടത്, ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ടാണ് കണ്ടത്. ആ വെളിച്ചം മോശയുടെ മേൽ വന്നപ്പോൾ, ആ വെളിച്ചം മോശയ്ക്ക് തുറന്നപ്പോഴാണ് നമ്മുടെ കയ്യിലെ ബൈബിളിലെ ഈ സൃഷ്ടിയും ഈ ഉൽപ്പത്തി പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതി വന്നപ്പോൾ നമ്മുടെ കയ്യിലെ ബൈബിൾ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആദാമിനെയാണ്. നമ്മുടെ കയ്യിലെ ബൈബിൾ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആദാമിനെയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മേൽ ഒരു വെളിച്ചം വന്നു. ആമേൻ. ദമസ്കോസിൽ വെച്ച് തൻ്റെ മേൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അടിച്ചു. ആ വെളിച്ചം ആമേൻ ആ മനുഷ്യന്റെ മേൽ വന്നപ്പോഴാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പൗലോസ് ജനിച്ചത്. തർസോസുകാർക്ക് അദ്ദേഹം ശൗലായിരുന്നു, ഗമാലിയേലിന് അദ്ദേഹം ശൗലായിരുന്നു. സർവവിജ്ഞാന പീഠം കയറാൻ ഗമാലിയേലിന് ശേഷം ഇനി ഒരാൾ ഉണ്ടെങ്കിൽ അത് ശൗലായിരിക്കുമെന്ന് തർസോസിലെ എല്ലാവരും വിശ്വസിക്കുമ്പോൾ ലോകം ഇതുവരെ കാണാത്തൊരു പൗലോസ് ആ ശൗലിൽ ഉണ്ടായിരുന്നു എന്നത് ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ സൂര്യനേക്കാൾ വെല്ലുന്നൊരു വെളിച്ചം എപ്പോൾ ആ മനുഷ്യന്റെ മേൽ വന്നോ, അപ്പോൾ ദൈവം കണ്ട പൗലോസ് ലോകത്തിൽ ജനിച്ചു. ഓ ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിന് ഇതുവരെ മനസ്സിലാകാത്ത, ദേശത്തിന് ഇതുവരെ മനസ്സിലാകാത്ത ദൈവ പദ്ധതികൾ എന്നിലും നിങ്ങളിലുമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുടങ്ങുമ്പോൾ മോശ വെളിപ്പാടിൽ കണ്ടെഴുതിയത്, വേദപുസ്തകം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആദാമിനെയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ വന്ന വെളിച്ചം അദ്ദേഹത്തെ ക്രിസ്തുവിനെ കാണാൻ പഠിപ്പിച്ചു. നല്ലൊരു ആമേൻ പറയുമോ? വേഗത്തിൽ ഞാൻ പറയട്ടെ, യേശുവും പൗലോസും സമകാലികരാണ്. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഏറെക്കുറെ ഒരേ പ്രായമുള്ള ആൾക്കാരാണ്. യേശു ഗലീലയിലെ 20 പട്ടണങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ പൗലോസ് തർസോസിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഗമാലിയേലിന്റെ പാഠവിധത്തിങ്കിൽ 12 വർഷം ന്യായപ്രമാണം പഠിച്ച് ന്യായപ്രമാണത്തിന്റെ താക്കോൽ കൈവശമാക്കി ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്ന വിളിപ്പേരുമായി അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ, ഇതാ ഒരു വശത്ത് ന്യായപ്രമാണത്തിന്റെ മകനായ ശൗൽ, എന്നാൽ മറുവശത്ത് ദൈവത്തിന്റെ പുത്രനായ യേശു. ഒരു വശത്ത് സൺ ഓഫ് ലോ, അടുത്ത വശത്ത് സൺ ഓഫ് ഗോഡ്. സൺ ഓഫ് ലോയും സൺ ഓഫ് ഗോഡും ദമസ്കോസിൽ കൂട്ടിമുട്ടിയപ്പോൾ നിയമത്തിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രനും, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശൗൽ ക്രിസ്തുവിൻ്റെ സമകാലികനാണ്. പക്ഷേ അദ്ദേഹം കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിട്ടില്ല. ഭൗമിക കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിട്ടില്ല. ഭൗമിക കണ്ണുകൊണ്ട് യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല. യേശുവിൻ്റെ പ്രസംഗം തൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ല. യേശുവിനെ തൊട്ടിട്ടില്ല. യേശു മിനിസ് ചെയ്ത സ്ഥലത്ത് വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം വരുമ്പോൾ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. കണ്ണുകൊണ്ട് കണ്ടില്ല, കാതുകൊണ്ട് കേട്ടില്ല, കൈകൊണ്ട് തൊട്ടില്ല. പക്ഷേ ഭൗമികമായ ശരീരം കൊണ്ടോ ഭൗമികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ശൗൽ യേശുവിനെ കണ്ടില്ല. എന്നാൽ ദമസ്കോസിൽ വെച്ച് അടുത്ത കുറച്ച് കാലഘട്ടങ്ങൾ അദ്ദേഹം യേശുവിനെ കണ്ടത് ഭൗമിക കണ്ണുകൊണ്ടല്ല, ആത്മാവിന്റെ വെളിച്ചം കൊണ്ടാണ്. ഭൗമിക കണ്ണുകൊണ്ടല്ല, ആത്മാവിന്റെ വെളിച്ചം കൊണ്ടാണ്. നീ സഭയെ കാണേണ്ടത് കഴിഞ്ഞ 100 വർഷത്തെ പാരമ്പര്യം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്ന വെളിപ്പാടിന്റെ വെളിച്ചം കൊണ്ട് കാണണം. നിങ്ങൾ സുവിശേഷത്തെ കാണേണ്ടത് കഴിഞ്ഞ 100, 200, 300, 500 വർഷത്തെ ചരിത്രം കൊണ്ടാകരുത്. ഞാൻ കഴിഞ്ഞ 50 വർഷമായി ഇവിടെ ഉണ്ട്, ഞാൻ കഴിഞ്ഞ 38 വർഷമായി ഇവിടെ ഉണ്ട്, ഞാൻ കഴിഞ്ഞ 90 വർഷമായി ഇവിടെ ഉണ്ട്. ഞാൻ കുറെ കണ്ടതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, സുവിശേഷവും ദൈവപ്രവൃത്തികളെയും ഈ ഭൗമിക കണ്ണുകൊണ്ട് കാണരുത്. അതിനെ ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ട് കാണണം. അപ്പോൾ മാത്രമേ നമുക്കിതിനകത്തുള്ള വലിയ സത്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. നോക്ക്, ഭൗമിക കണ്ണുകൊണ്ട് ശൗൽ കണ്ടിട്ടില്ല. എന്നാൽ ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ട് ആ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവും ഈ മനുഷ്യനും കൂട്ടിമുട്ടിയത് ആത്മാവിലാണ്. സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മുഴുവൻ എഴുതിയിരിക്കുന്ന നസ്രയനായ യേശു. ഏറ്റവും കൂടുതൽ യേശുവിനെ ഉപയോഗിച്ചിരിക്കുന്ന പദം നസ്രയനായ യേശു. എന്നാൽ ആത്മാവിൽ പൗലോസ് യേശുവിനെ കണ്ടതിനു ശേഷം അദ്ദേഹം എഴുതിയ വെളിപ്പാടിന്റെ ലേഖനങ്ങളിലെല്ലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ എഴുതിയത് നസ്രയനായ യേശു എന്നല്ല, ക്രിസ്തു യേശു. കൂടെ നടന്നവർക്ക് മനസ്സിലാകാത്തത്, കൂടെ ഇരുന്നവർക്ക് മനസ്സിലാകാത്തത്, കൂടെ നിന്ന് അത്ഭുതം ചെയ്തവർക്ക് മനസ്സിലാകാത്തത് ആത്മാവിൽ കണ്ടവന് മനസ്സിലായി. അതാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മതത്തിൽ കാണുന്നതല്ല, ഇത് പാരമ്പര്യത്തിൽ കാണുന്നതല്ല, ഇത് ആത്മാവിൽ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവർ ആത്മാവിൽ സ്തുതിക്കണം. ഇത് ഭൗമിക കണ്ണിന്റെ കാഴ്ച കൊണ്ട് നടക്കുന്നതല്ല, ഇത് ആത്മാവിന്റെ വെളിച്ചം കൊണ്ട്. ആ വെളിച്ചം പ്രകാശിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി, ആ വെളിച്ചം ലഭിച്ച വ്യക്തികൾക്കായി, ആ വെളിച്ചത്തെ കാണാൻ കൃപ ലഭിച്ച ദൈവ മക്കൾക്കായി, അതിലൊരാൾ ഞാനാണെങ്കിൽ, അതിലൊരാൾ നിങ്ങളാണെങ്കിൽ കരങ്ങൾ ചേർത്തടിച്ച് ആ വെളിച്ചത്തിനായി വെളിച്ചം തുറക്കട്ടെ. ഇത് വെളിച്ചത്തിന്റെ സുവിശേഷമാണ്, ഇത് ജീവന്റെ സുവിശേഷമാണ്, ഇത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്, ഇത് വെളിച്ചം തുറന്നു വരുന്നതാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഈ മനുഷ്യന്റെ മേൽ ഈ വെളിച്ചം വരികയാണ്. ആ വെളിച്ചം വന്നപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടത് പത്രോസ് കണ്ടതുപോലെയല്ല, യോഹന്നാൻ കണ്ടതുപോലെയല്ല, സുവിശേഷകന്മാർ ദർശിച്ചതുപോലെയല്ല. ഞാൻ 1-2 സത്യങ്ങൾ വേഗം പറഞ്ഞോട്ടെ. സുവിശേഷം നമ്മൾ പഠിച്ചാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന 4 പുസ്തകമായ സുവിശേഷം നിങ്ങൾ പഠിച്ചാൽ, ആ സുവിശേഷം നമ്മെ വെളിപ്പെടുത്തി തരുന്നത് ഞാൻ പറയാം. 1, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് യേശുവിനെ കാണാം. സുവിശേഷം പഠിച്ചാൽ, സുവിശേഷം എത്ര നന്നായി പഠിച്ചു നോക്കിക്കോ, ആ സുവിശേഷം നമ്മെ പഠിപ്പിക്കും ക്രൂശിൽ യേശു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിൽ യേശു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിക്കോ, അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് യേശു ക്രൂശിൽ കിടക്കുന്നു എന്നല്ല, ആ ക്രൂശിൽ യേശുവിനോടൊപ്പം ഞാനും ക്രൂശിക്കപ്പെട്ടു എന്നാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്ത്യാനി ഇന്നും ക്രൂശിൽ യേശുവിനെ കാണുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്ത്യാനി ഇന്നും ക്രൂശിൽ യേശുവിനെയാണ് കാണുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ വെളിച്ചം വന്നപ്പോൾ അദ്ദേഹം ക്രൂശിലേക്ക് നോക്കി. സുവിശേഷകന്മാർ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ യേശുവിനെ കണ്ടു. പൗലോസ് ക്രൂശിലേക്ക് നോക്കിയപ്പോൾ പൗലോസിനെ കണ്ടു. സുവിശേഷത്തിന്റെ വെളിച്ചം ക്രൂശിൽ യേശുവിനെ കാണാൻ പഠിപ്പിച്ചു.
എന്നാൽ വെളിപ്പാടുകളുടെ വെളിച്ചം ക്രൂശിൽ യേശുവിന്റെ കൂടെ എന്നെ കാണാൻ പഠിപ്പിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, എപ്പോഴാണ് അരവിന്ദ് മോഹന്റെ പാപം മോചിക്കപ്പെട്ടതെന്നറിയാമോ? എപ്പോഴാണ് അരവിന്ദ് മോഹന്റെ ശാപം അരവിന്ദ് മോഹനിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നറിയാമോ? യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴല്ല, ആ യേശുവിനോടുകൂടെ എന്റെ പഴയ മനുഷ്യരും മരിച്ചു എന്ന സത്യത്തിന്റെ വെളിച്ചം അരവിന്ദ് മോഹന്റെ മേൽ തുറന്നപ്പോഴാണ്. ഇത് തുറന്നു കിട്ടിയ ദൈവമക്കൾക്ക്, ഇത് തുറന്ന് ലഭിച്ച ദൈവമക്കൾക്ക് വെളിച്ചം, 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 വെളിച്ചം. കണ്ടോ, സുവിശേഷകന്മാർ കണ്ടതല്ല പൗലോസ് കണ്ടത്. വെളിച്ചം എത്രത്തോളം നമ്മുടെ മേൽ വരുന്നുവോ അത്രത്തോളം നമ്മുടെ കണ്ണ് തുറക്കും. യേശു ഒരിക്കൽ പരീശന്മാരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് സംസാരിച്ചത്: നിങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ അന്ധരാണ്. നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ അന്ധരാണ്. നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു, പക്ഷെ അന്ധരാണ്. എന്നാൽ ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് വിശ്വസിക്കാം, എനിക്ക് യഥാർത്ഥത്തിൽ ഈ ദൈവിക സത്യങ്ങളെ കാണാനുള്ള കണ്ണുണ്ടോ? രാമേൻ പറഞ്ഞേ. ഒരു അടയാളം ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഹാഗാർ എന്ന ഒരു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. കയ്യിൽ വെള്ളം കൊടുത്തുവിട്ടു, പക്ഷെ വെള്ളം തീർന്നു. ഹാഗാർ മരുഭൂമിയിൽ ഒറ്റയ്ക്കായി. വെള്ളം തീർന്നു, വെള്ളമില്ല. കുഞ്ഞു കരഞ്ഞു. ഹാഗാറിന് മനസ്സിലായി കുഞ്ഞു മരിക്കും. ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാതിരിക്കാൻ ആ ദേശം മുഴുവൻ അന്വേഷിച്ചു കാണും. എന്തോന്ന്? ഉറവ. അങ്ങനെ അന്വേഷിക്കാതിരിക്കില്ല. അവൾക്ക് എത്ര ശ്രമിക്കാമോ അത്രയും ശ്രമിച്ചു. ആ മകൾ നന്നായി ശ്രമിച്ചു. പക്ഷെ അവൾക്കൊരു കാര്യം മനസ്സിലായി, അവിടെ ഉറവയില്ല, വെള്ളമില്ല, അതുകൊണ്ട് മരിക്കും. അതുകൊണ്ട് മരണം കാണാതിരിക്കാൻ അവൾ കുഞ്ഞിനെ മാറ്റിവെച്ചിട്ട് അവൾ ദൂരെ മാറിയിരുന്നു. പക്ഷെ അവിടെ ഒരു വാക്കുണ്ട്: ദൈവം ഇറങ്ങി വന്നു. ഹാഗാറിന് വേണ്ടി ഉറവ തുറന്നു എന്നല്ല. ഇന്നും നമ്മുടെ പ്രസംഗത്തിനകത്തെ വിഷയം ഹാഗാറിന് വേണ്ടി ഉറവ തുറന്ന ദൈവമാണ്. പക്ഷെ എൻ്റെ പ്രസംഗ വിഷയം ഹാഗാറിന് ഉറവ തുറന്ന ദൈവമല്ല. തുറന്ന ഉറവയെ കാണാൻ ഹാഗാറിന്റെ കണ്ണു തുറന്ന ദൈവമാണ്. കരമടിച്ചു കർത്താവിനെ സ്തുതിക്ക്. ഇന്നു രാത്രി ഏതൊക്കെയോ കുടുംബങ്ങളിൽ ആ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ സഹോദര നിന്റെ കണ്ണു തുറക്കുകയാണ്. വെളിച്ചം വരിക എന്ന് പറഞ്ഞാൽ സഹോദരി നിന്റെ കണ്ണു തുറക്കുകയാണ്. കുടുംബത്തെ കുടുംബമായി കാണാൻ, വ്യക്തിബന്ധങ്ങളെ ബന്ധങ്ങളായി കാണാൻ, ജീവിതത്തിന്റെ ശ്രേഷ്ഠതകളെ തുറന്നു കാണാൻ, എവിടേക്ക് അന്ധമായി പോയ കണ്ണുകളുടെ മേൽ വെളിച്ചം തുറക്കപ്പെടട്ടെ. ഹാഗാറിന്റെ മുമ്പിൽ ദൈവം ഉറവ തുറന്നില്ല. കരഞ്ഞുകൊണ്ടിരുന്ന ഹാഗാറിന് ഉറവ തുറന്നും കൊടുത്തില്ല. പക്ഷെ ദൈവം ഇറങ്ങി പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഹാഗാറിന് കാഴ്ചയില്ലായിരുന്നോ? ഹാഗാറിന് കണ്ണിന് കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. ദൈവം തുറന്നു വച്ചേക്കുന്ന ദൈവിക ശ്രേഷ്ഠതകളെ അവളുടെ കണ്ണിന് മുമ്പിൽ എത്തിക്കാത്ത വിധം എവിടേക്കോ അവളെ അന്ധമാക്കി വെച്ചൊരു മേഖല. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഉറവ തുറന്നു കിടക്കുമ്പോഴും മകന്റെ മരണം അവൻ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ, ഉറവ തുറന്നു കിടക്കുമ്പോഴും എൻ്റെ മകൻ മരിക്കും എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇതുപോലല്ലേ നമ്മളിൽ പലരും? പല ഉറവകളും ദൈവം തുറന്നിട്ടിട്ടും എൻ്റെ കുടുംബം നശിക്കും, എൻ്റെ തലമുറ നശിക്കും, എൻ്റെ ഈ രണ്ടാമത് വെളിച്ചം വരട്ടെ. പ്രാപിക്കാനും സ്വീകരിക്കാനും ആരെങ്കിലും വന്നെങ്കിൽ സ്വീകരിക്ക്. നിന്റെ ഭവനത്തിന് ചുറ്റും നിന്ന് അന്ധകാരം പറയുന്നു, ഇല്ല ഇല്ല ഇല്ല. പക്ഷെ ഈ രാത്രി വിളിച്ചു പറയണം, നോ, ഞാൻ അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ അടക്കപ്പെട്ട് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ എന്റെ മുമ്പിൽ ഉറവകൾ തുറന്നു കിടക്കുകയാണ്. ആ ഭീകരമായ ഒരു അന്തരീക്ഷം ഒന്ന് മനസ്സിലാക്കുക. ദൈവം ഉറവ തുറന്നിട്ടിരിക്കുന്നു. പക്ഷെ ഹാഗർ കുഞ്ഞിന്റെ മരണം വിശ്വസിക്കുന്നു. എന്തോ ഒരു ഭയാനകമായ ചിത്രം. ഇതാണ് ഇന്നത്തെ ആത്മലോകത്തിന്റെ ചിത്രം. പരിശുദ്ധാത്മാവും പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ സഭ എവിടെയോ
സഭ എവിടെയോ പിശാചിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്നു. ഇവിടെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കണ്ണു തുറക്കട്ടെ. കരമടിച്ച വാക്കൊന്ന് വിശ്വസിക്ക്. കണ്ണു തുറക്കട്ടെ. വെളിച്ചം വരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുന്നു എന്നാണ്. പൗലോസിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് ഇളകിപ്പോയി. ആ മനുഷ്യൻ കണ്ണു തുറന്നു. ആ മനുഷ്യൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് മഹത്വത്തിന്റെ രാജാവായ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെയാണ്. തലമുറയുടെ നന്മ കാണാൻ കണ്ണു തുറക്കട്ടെ. സഭകളുടെ ശ്രേഷ്ഠത കാണാൻ കണ്ണു തുറക്കട്ടെ. വരുന്ന 10 വർഷത്തിനകത്ത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പരിശുദ്ധാത്മ ചലനങ്ങൾ കാണാൻ അഭിഷക്തന്മാരുടെ കണ്ണു തുറക്കട്ടെ. ഒരു വലിയ തലമുറ അഭിഷേകത്തിലും ദൈവശക്തിയിലേക്കും ഓടിക്കയറുന്നത് കാണാൻ കണ്ണു തുറക്കട്ടെ. ജനങ്ങൾ ദൈവ രാജ്യത്തിന്റെ അവകാശികളായി മാറുന്നത് കാണാൻ കണ്ണു തുറക്കട്ടെ. കണ്ണു തുറക്കട്ടെ. വേദപുസ്തകത്തിൽ വെളിച്ചം വരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുന്നു എന്നാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും വെളിച്ചത്തിന്റെ അഭാവം പലതും നമുക്ക് കാണാൻ കഴിയാതിരിക്കും. ഇരുട്ട് എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഇരുട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ അഭാവം. ആമേൻ പറഞ്ഞില്ല. ഇരുട്ടിന് മറ്റൊരു ഡെഫിനിഷൻ കൊടുക്കരുത്. ഹലോ, ഇരുട്ടിന് വലിയ ഡെഫിനിഷൻ കൊടുക്കരുത്. ഇരുട്ടിന് വലിയ ഡെഫിനിഷൻ കൊടുക്കരുത്. ഇരുട്ടിന് ഒറ്റ ഡെഫിനിഷനെ കൊടുക്കാവൂ, വെളിച്ചത്തിന്റെ അഭാവം. വെളിച്ചത്തിന്റെ അഭാവം എവിടെയുണ്ടോ അവിടെ ഇരുട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ 1-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മളെ പഠിപ്പിച്ചത് അവിടെ ഇരുട്ടുണ്ട്. ദൈവം പറഞ്ഞു ഇവിടെ വെളിച്ചമുണ്ട്. The lackness of light is darkness. അതിനപ്പുറത്ത് അതിന് 2 കൊമ്പ് 3 പല്ല് 4 നാവൊന്നും വെച്ചു കൊടുക്കരുത്. എവിടെങ്കിലും ജീവിതത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്തിന്റെ അഭാവമാണ്. ഇരുട്ടിനെ ഭേദിക്കാൻ ഇരുട്ടിനോടല്ല സംസാരിക്കേണ്ടത്, വെളിച്ചത്തോട് സംസാരിക്കണം. ഞാൻ ഇന്ന് അതിയായി വിശ്വസിക്കുന്നു, ഈ രാത്രി ചിലരുടെ മുമ്പിൽ അടഞ്ഞുപോയി എന്ന് പറഞ്ഞത് അടഞ്ഞിട്ടില്ലെന്നും, പിശാച് കൊണ്ടുപോയി എന്ന് വർഷങ്ങളായി വിശ്വസിക്കുന്നത് അവൻ തൊട്ടിട്ടില്ലെന്നും, തലമുറയുടെ ഭാവി ഇനി നടക്കത്തില്ലെന്ന് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കള്ളപ്രവാചകന്മാരുടെ പ്രവചന അവൻ കള്ളത്തരത്തിൽ നിന്ന് പുറത്തെടുത്ത് ദൈവം വിളിച്ചത് നിന്നെയാണെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാണെങ്കിൽ, അവൻ നിന്നെ അയച്ചെങ്കിൽ ഉറവയെ അവൻ തുറന്നിട്ടിട്ടുണ്ടെന്നും അത് കാണാൻ കഴിയാത്ത വിധം നമ്മെ അന്ധമാക്കി വെച്ച് അന്ധതയ്ക്കകത്തു നിന്ന് കണ്ണു തുറന്ന് കാണുവാൻ, കണ്ണു തുറന്ന് കാണുവാൻ. മോശ എഴുതി വെച്ച പുസ്തകം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദാം എന്നൊരു മനുഷ്യനെയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വെളിച്ചം കണ്ണു തുറന്ന് കണ്ടെഴുതി തുടങ്ങിയത് ആദിയിൽ ആദാം ഉണ്ടായിരുന്നു എന്നല്ല, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആരാണ് ആ അവൻ? ആ അവൻ ആദാമല്ല, ആ അവന്റെ പേരാണ് ക്രൈസ്റ്റ്. ചേർന്നാമേൻ പറയുമോ? ഈ വേദപുസ്തകം നിങ്ങൾ തുറന്ന കണ്ണുകളിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കോ. ഉൽപ്പത്തി പുസ്തകം തുറന്ന കണ്ണുകളിൽ ഒന്നുകൂടെ നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ വെളിപ്പെട്ടു വരും. മറഞ്ഞു കിടക്കുന്ന സത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കള്ളപ്പിശാച് കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു, നമ്മളെ പറഞ്ഞു ചതിച്ചൊരു വാക്കാണ്, ഞാൻ ആദാമിനെ ചതിച്ചു, മനുഷ്യവർഗത്തെ ചതിച്ചു, ഞാൻ ആദാമിനെ വീഴ്ത്തി, ആദാമിനെ തകർത്തു, ആദാമിലൂടെ സകല മനുഷ്യരെയും ഞാൻ തകർക്കും, ആദാമിനെ വീഴ്ത്തിയ ഞാൻ എല്ലാവരെയും വീഴ്ത്തും. എന്നാൽ വെളിപ്പാടിന്റെ വെളിച്ചം ആ മേഖലയിൽ തുറന്നു വന്നപ്പോൾ, വെളിപ്പാടിന്റെ കണ്ണ് അവിടെ തുറന്നു വന്നപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഒന്നാമത്തെ വീഴ്ച ആദാമിൻ്റെതല്ല, ഒന്നാമത്തെ വീഴ്ച പിശാചിൻ്റെതാണ്. ആമേൻ പറഞ്ഞില്ല. നമ്മുടെ ബൈബിൾ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അനുസരണക്കേട് കാണിച്ചു വീണുപോയ മനുഷ്യനെയാണ്. എന്നാൽ ബൈബിൾ ആരംഭിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സിസ്റ്റത്തെ തകർക്കാൻ നോക്കിയ ആ ദൂതനെ ദൈവം വെട്ടിത്താഴയിട്ടു. ഒന്നാമത്തെ വീഴ്ച മനുഷ്യന്റേതല്ല.
ചേർന്നൊരാമേൻ പറഞ്ഞേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വീഴാനല്ല, വാഴാനാണ്. ദൈവം വെട്ടിത്താഴയിട്ടത് ദൂതനെയാണ്. എത്ര വലിയ പാപിയും എത്ര വലിയ ദുഷ്ടനും അവൻ യേശുവിനെ വിശ്വസിക്കുന്ന സെക്കൻഡിൽ അവനൊരു പുനഃസ്ഥാപനമുണ്ട്. എന്നാൽ ദൈവം ഒരിക്കലും പുനഃസ്ഥാപനം കൊടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതാണ് നമ്മൾ വിളിക്കുന്ന പിശാച്. ആ പഴയ പാമ്പ്, വീണുപോയ ദൂതൻ, അവന് പുനഃസ്ഥാപനമില്ല. എന്നാൽ വീണുപോയ മനുഷ്യന് പുനഃസ്ഥാപനമുണ്ട്. ഒന്നാമത്തെ വീഴ്ച ആ ദൂതൻ്റെതാണ്, നിന്റെതല്ല. രാമൻ പറയുമോ? ദൈവം ഇവനെ വെട്ടി താഴെയിടുമ്പോൾ ഇവൻ വന്നു വീണ സ്ഥലമാണ് ഭൂമി. ഭൂമിയിൽ വീഴുമ്പോൾ ഇവൻ വിചാരിച്ചു, എന്തായാലും സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു, ദൈവം എന്നെ ആക്കി വെച്ച സ്ഥലം എനിക്ക് നഷ്ടപ്പെട്ടു, എന്തായാലും ഭൂമി എനിക്ക് കിട്ടി, ഞാൻ ഭൂമിയിൽ വാഴാം എന്ന് ചിന്തിച്ച സെക്കൻഡിൽ അവൻ്റെ ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. പാഴും ശൂന്യമായ ഭൂമിയെ ദൈവം വാസയോഗ്യമാക്കി മാറ്റി. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ആശയം പ്രസംഗിക്കാൻ വന്നയാളല്ല, സത്യം പറയാൻ വന്നയാളാണ്. തകർന്നു കിടക്കുന്ന ഭൂമിയെ ദൈവം പുതുക്കി പണിതു എന്നല്ല, നാശയോഗ്യമായ ഭൂമിയെ ദൈവം വാസയോഗ്യമാക്കി മാറ്റി. അതാണ് ബിബ്ലിക്കൽ ലാംഗ്വേജ്. നാശയോഗ്യമായതിനെ വാസയോഗ്യമാക്കി മാറ്റി. ഹേയ്, നാശയോഗ്യമായതിനെ വാസയോഗ്യമാക്കി മാറ്റുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാന്നറിയോ? ഈ വീണുപോയവനാണ്. കാരണം വീണുപോയവൻ അറിയാം, ഈ ഭൂമിയെ ദൈവം വാസയോഗ്യമാക്കി മാറ്റിയെങ്കിൽ ആരോ ഈ ഭൂമിയിൽ വസിക്കാൻ വരുന്നു. തകർന്നു കിടക്കുന്ന ഒരു വീട്, പൊളിഞ്ഞു പോയൊരു വീട് വാസയോഗ്യമാക്കി മാറ്റുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ താമസിക്കാൻ ആരോ വരുന്നു എന്നല്ലേ? വീണുപോയ ദൂതൻ അറിയാം, അവൻ സൃഷ്ടിക്കപ്പെട്ടത് പിശാചായിട്ടല്ല, അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൂതനായിട്ടാണ്. അവൻ പിശാചായി മാറിയതാണ്. അവനൊരു കാര്യം അറിയാം, ദൈവം ഒരിക്കലും ദൈവത്തിന്റെ വാസസ്ഥലം ഭൂമിയല്ല. അവനറിയാം, ദൂതന്മാരുടെ വാസസ്ഥലം ഭൂമിയല്ല. സറാഫുകളുടെയും സ്വർഗീയ ജീവികളുടെയും വാസസ്ഥലം ഇവൻ അറിയാം. കാരണം ഇവൻ ഒരിക്കൽ ദൂതന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വാസസ്ഥലം, ദൂതന്മാരുടെ വാസസ്ഥലം, സ്വർഗീയ വാസസ്ഥലങ്ങൾ ഇതെല്ലാം അറിയുന്നൊരു ദൂതനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവൻ അത്ഭുതപ്പെട്ടത്, ദൈവം ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റുന്നു. അന്ന് മുതൽ ഇവന്റെ അകത്തുണ്ടായ ടെൻഷനാണ്, ആർക്കു വേണ്ടിയാണ് ദൈവം ഭൂമിയെ വാസയോഗ്യമാക്കുന്നത്? ആരാണ് ഇവിടെ വസിക്കാൻ പോകുന്നത്? ആരാണോ ഭൂമിയിൽ വസിക്കാൻ പോകുന്നത് അവനാണ് എൻ്റെ ശത്രു. ചേർന്നൊരാമേൻ പറയുമോ? ദൈവം ആകാശത്തിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആകാശത്ത് നിന്ന് പറവകളുണ്ടായി. ദൈവം ഭൂമിയിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയിൽ നിന്ന് വിത്തുള്ള ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ മുളച്ചു വന്നു. ദൈവം സമുദ്രത്തിലേക്ക് നോക്കി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. കൂട്ടമായി ചലിക്കുന്ന മത്സ്യങ്ങളുണ്ടായി. ആകാശത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ പറവകൾ വന്നു. ഭൂമിയിലേക്ക് ദൈവം നോക്കിയപ്പോൾ സസ്യങ്ങൾ വന്നു. സമുദ്രത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ മത്സ്യങ്ങൾ വന്നു. ഈ വീണുപോയ ദൂതനൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയെ വാഴാൻ പോകുന്നവൻ ആകാശത്ത് നിന്നല്ല വരുന്നത്. ഈ ഭൂമിയെ വസിക്കാൻ പോകുന്നവൻ ഭൂമിയിൽ നിന്നല്ല വരുന്നത്. ഈ ഭൂമിയെ വാഴാൻ പോകുന്നയാൾ സമുദ്രത്തിൽ നിന്നല്ല വരുന്നത്. ആകാശത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ പക്ഷികളാണ് വന്നത്. മണ്ണിലേക്ക് ദൈവം നോക്കിയപ്പോൾ സസ്യങ്ങളാണ് മുളച്ചു വന്നത്. സമുദ്രത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ മത്സ്യങ്ങളാണ് വന്നത്. എന്നാൽ അടുത്ത ബൈബിൾ പറയുന്നു, ദൈവം ദൈവത്തിലേക്ക് നോക്കി
വരിക, നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. അതാണ് വെളിച്ചം. ഒരു സ്ഥലത്ത് വരുമ്പോൾ നിനക്കൊരു സത്യം മനസ്സിലാകും. നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ആകാശത്തു നിന്ന് പക്ഷികൾ വന്നു, മണ്ണിൽ നിന്ന് സസ്യങ്ങൾ വന്നു, സമുദ്രത്തിൽ നിന്ന് മത്സ്യങ്ങൾ വന്നു. ആദാം ദൈവത്തിൽ നിന്ന് വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. തലവടിയിൽ എങ്ങനെ ജീവിക്കണമെന്നറിയോ? ഈ പട്ടണത്തിൽ എങ്ങനെ ജീവിക്കണമെന്നറിയോ? 15 വർഷത്തെയോ 18 വർഷത്തെയോ പെന്തക്കോസ് പാരമ്പര്യത്തിൽ ജീവിക്കരുത്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ബൈബിൾ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവം പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ പക്ഷികൾ പക്ഷികളെ പോലെ സൃഷ്ടിക്കപ്പെട്ടു. അല്ലാതെ എന്തോ ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ട് അത് പക്ഷിയാക്കി മാറ്റിയതല്ല. ദൈവം എന്തു പറഞ്ഞു അത് അതുപോലെ വന്നു. പക്ഷികൾ പക്ഷികളെ പോലെ, മൃഗങ്ങൾ മൃഗങ്ങളെ പോലെ, സസ്യങ്ങൾ സസ്യങ്ങളെ പോലെ, മത്സ്യങ്ങൾ മത്സ്യങ്ങളെ പോലെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മോളെ? ബേർഡ്സ് ലൈക്ക് എ ബേർഡ്, ഫിഷ് ലൈക്ക് എ ഫിഷ്. മത്സ്യം മത്സ്യത്തെ പോലെ, പറവകൾ പറവകളെ പോലെ, സസ്യങ്ങളും വൃക്ഷങ്ങളും അതതിനെ പോലെ. പക്ഷെ മനുഷ്യൻ മനുഷ്യനെ പോലെ അല്ല. മനുഷ്യൻ മാത്രം ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടു. വെളിച്ചം തുറക്കട്ടെ, വെളിച്ചം തുറക്കട്ടെ, വെളിച്ചം തുറക്കട്ടെ, വെളിച്ചം തുറക്കട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ. ദൈവം സൃഷ്ടിച്ച പക്ഷികൾ പക്ഷികളെ പോലെയായിരുന്നു, മൃഗങ്ങൾ മൃഗങ്ങളെ പോലെയായിരുന്നു, മത്സ്യങ്ങൾ മത്സ്യങ്ങളെ പോലെയായിരുന്നു, സസ്യങ്ങൾ സസ്യങ്ങളെ പോലെയായിരുന്നു. പക്ഷെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ മനുഷ്യനെ പോലെ അല്ല സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ മാത്രം ദൈവത്തെ പോലെ സൃഷ്ടിച്ചു. ഈ വെളിച്ചം നമ്മുടെ മേൽ വന്നാൽ നമുക്കൊരു സത്യം മനസ്സിലാകും. ദൈവത്തിന്റെ മഹത്വം ദൈവം സൃഷ്ടിച്ച സകലത്തിലുമുണ്ട്. ദൈവത്തിന്റെ ഇമേജ്, ദൈവത്തിന്റെ സാദൃശ്യം അതെല്ലാത്തിലുമില്ല. ദൈവം തന്റെ ഇമേജ് ആൻഡ് ലൈക്നെസ് വച്ചത് എന്റെയും നിങ്ങളുടെയും മേലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിലും ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഞാൻ അവക്കൊരിക്കൽ കൂടെ പറയാം, എങ്ങനെയെങ്കിലും നിങ്ങളുടെ അകത്തതൊന്ന് കയറട്ടെ. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിലും ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഒരിക്കൽ കൂടെ, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളിലും ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈ ഞാനാണ് ഇവിടെ പിശാചിനെയും പേടിച്ച്, ബന്ധനത്തെയും പേടിച്ച്, രാത്രി വാഴയില ഒന്ന് അനങ്ങിയാൽ അതും പേടിച്ച്. പക്ഷെ ഈ രാത്രി വെളിച്ചം വരട്ടെ, കണ്ണു തുറക്കട്ടെ, വെളിച്ചം വരട്ടെ, കണ്ണു തുറക്കട്ടെ. കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്കൊരു സത്യം കാണാൻ കഴിയും. ഈ ഒന്നാമത്തെ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമുക്കൊരു വലിയ സത്യം കാണാം. ആ വെളിച്ചത്തിനകത്തുനിന്ന് സകലതും ദൈവം സൃഷ്ടിക്കുകയാണ്. വെളിച്ചത്തിനകത്തുനിന്ന് സകലതും ദൈവം സൃഷ്ടിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് സൂര്യൻ്റെ വെളിച്ചമല്ല, എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ദൈവമെന്ന വെളിച്ചമാണ്. ഒരാമേൻ പറയാൻ കഴിയുമോ? അവങ്കിലേക്ക് നോക്കിയവർ വെളിച്ചം കണ്ടു എന്നല്ല, അവങ്കിലേക്ക് നോക്കിയവർ വെളിച്ചം കണ്ടു എന്നല്ല, അവങ്കിലേക്ക് നോക്കിയവർ വെളിച്ചം ആയി. ഇത് വെളിച്ചം കാണിക്കുന്നതല്ല, ഇത് കാണുന്നവനെ വെളിച്ചമാക്കുന്നതാണ്. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കുമോ? ഈ വെളിച്ചത്തിലേക്ക് നീ ഒന്ന് കയറിയാൽ, ഈ വെളിച്ചത്തെ നീ ഒന്ന് വിശ്വസിച്ചാൽ, നീ വെളിച്ചം കാണുകയല്ല. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കും, ഒരു 5 മിനിറ്റ് കൂടെ. ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത, ഇത് വെളിച്ചം കാണിക്കുകയല്ല, വെളിച്ചമാക്കുകയാണ്.
യെശയ്യാ പ്രവാചകൻ 60:1, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ. നമ്മുടെ വിഷയം അന്ധകാരവും കൂരിരുട്ടും അല്ല. അന്ധകാരവും കൂരിരുട്ടും ഇവിടെ ഉണ്ടാകും, അത് മൂടും. അപ്പോൾ സഭയോടുള്ള ദൂത് രണ്ടാമത്തെ ദൂതാണ്. അപ്പോൾ നിന്റെ മേൽ യഹോവ ഉദിക്കും. നമുക്കിത് കാണാൻ ഇന്നും കണ്ണു തുറന്നിട്ടില്ല. നമ്മൾ ഇന്നും പറയുന്നത് അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിട്ട് ജാതികളെ മൂടുന്നു. എടാ കുഞ്ഞി, അത് മൂടും. അത് വലിയ അത്ഭുതമല്ല, അത്ഭുതം അടുത്ത വാക്യമാണ്. അത് മൂടുമ്പോൾ നിന്റെ വീട്ടിൽ, നിന്റെ മുഖത്ത് ദൈവം ഉദിക്കും. യഹോവയുടെ തേജസ് നിന്റെ മേൽ വെളിപ്പെട്ടു വരും. ഈ വാക്യം നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ വെളിച്ചത്തിന്റെ ശക്തി നമ്മെ വെളിച്ചമാക്കി മാറ്റും. ഈ വെളിച്ചത്തിന്റെ ശക്തി നമ്മെ വെളിച്ചമാക്കി മാറ്റും. ഒരു ആമേൻ പറയുമോ? ഒരു മനുഷ്യൻ 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരുന്നു. പേര് മോശ. എല്ലാവരും താഴ്വരയിലൂടെ നടന്നു. പക്ഷെ ഈ മനുഷ്യൻ പർവ്വതങ്ങളിലൂടെ നടന്നു. ആമേൻ പറഞ്ഞോ? എല്ലാവരെയും പോലെ ആകരുത്. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചിട്ട് പറ, എല്ലാവരെയും പോലെ ആകരുത്. പാസ്റ്റർമാരെ, താഴ്വരയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ കയറി നിൽക്കാൻ ഈസിയാ. അവിടെ കൈയടിക്കാൻ എല്ലാരും കാണും. 40 ദിവസം ദൈവത്തിന്റെ കൂടെ കയറിപ്പോയൊരു മനുഷ്യൻ 40 ദിവസം ദൈവത്തോട് കൂടെ ഇരുന്നപ്പോ താഴ്വരയിൽ റിലീജിയസ് ഷോ നടക്കുകയാണ്. അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ മതത്തിന്റെ ഷോ, റിലീജിയസ് ഷോ, താഴ്വരയിൽ റിലീജിയസ് ഷോ. എന്നാൽ 40 ദിവസം കൂടെ ഇരുന്നവന്റെ മുഖത്ത് സ്പിരിച്വൽ ഗ്ലോ. നിന്റെ ചർച്ചിൽ മതത്തിന്റെ ഷോയാണോ ആത്മാവിന്റെ തിളക്കമാണോ എന്ന് ഈ രാത്രി തീരുമാനിക്കുക. ദൈവം നമ്മെ വിളിച്ചത് റിലീജിയസ് ഷോ നടത്താനല്ല. ദൈവസഭകളിൽ നടക്കേണ്ടത് റിലീജിയസ് ഷോ അല്ല, സ്പിരിച്വൽ ഗ്ലോ ആണ്. ദൈവസഭകളുടെ മേൽ റിലീജിയസ് ഷോ അല്ല നടക്കേണ്ടത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഞാൻ വ്യസന സമേതം പറയാം, നമ്മളും ഒരു മതമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് ഹൃദയം തകർന്നു പറയാം, പെന്തക്കോസ്തും ഒരു റിലീജിയൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എ കാത്തലിക്, ലൈക്ക് എ CSI, ലൈക്ക് എ മർത്തോമ. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊരു മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ല ബ്രദറെ എന്ന് പറഞ്ഞാലും അങ്ങനാണ് ബ്രദറെ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതൊരു റിലീജിയൻ ആകും. പിന്നെ നടക്കുന്നതെല്ലാം റിലീജിയസ് ഷോ ആയിരിക്കും. അതിനു മുമ്പ് ഒരു സ്പിരിച്വൽ ഗ്ലോയ്ക്ക് വേണ്ടി, ഒരാത്മീക തിളക്കത്തിന് വേണ്ടി, ഒരാത്മീക തിളക്കത്തിന് വേണ്ടി ദൈവത്തോട് കൂടെ ഇരിക്കാൻ, ദൈവസന്നിധിയിൽ കയറാൻ എത്ര പേർ ഈ തലമുറയിലുണ്ട്? താഴ്വരയിൽ ആയിരങ്ങൾ ഉണ്ടാകാം, പക്ഷെ ദൈവത്തിന്റെ കൂടെ ഒരേ ഒരു മോശ. എല്ലാവരും ഉള്ളിടത്ത് നിന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഉള്ളിടത്ത് നിന്നെ കാണണം. ഒരു ദിവസം ഒരു മനുഷ്യൻ ടാർപോളവും കുറ്റിയും കൊളുത്തും കയറുമെല്ലാം എടുത്ത് പർവ്വതത്തിലേക്ക് കയറുകയാണ്. ചിലർ ചോദിച്ചു, എങ്ങോട്ട് പോവാണ്? അയാൾ പറഞ്ഞു, ഞാൻ പർവ്വതത്തിലേക്ക് പോവാ. എന്തിനു പോവാ? ദൈവത്തെ കാണാൻ പോവാ. ഹേ മനുഷ്യ, ഈ താഴ്വരകൾ മുഴുവൻ കൂടാരങ്ങളല്ലേ? അതെ. ഇനിയും ഒരു കൂടാരം വേണോ? ആ മനുഷ്യൻ പറയും, ഈ കൂടാരത്തിനകത്ത് എന്നും കേൾക്കുന്ന ശബ്ദം മന്നയ്ക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്, കാടപ്പക്ഷിക്ക് വേണ്ടിയുള്ള കരച്ചിലാണ്. പക്ഷെ ഞാൻ അടിക്കാൻ പോകുന്ന കൂടാരത്തിനകത്തുനിന്ന് ഒറ്റ കരച്ചിലേ വരൂ. മൈ ലോർഡ്, ഷോ മീ യുവർ ഗ്ലോറി. ഐ വാണ്ട് ടു know more.
എനിക്ക് നിന്നെ ഇനിയും അറിയണം. ഒരു വലിയ ജനത അത്ഭുതത്തിന് വേണ്ടി കരയുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തെ അധികമായി അറിയാൻ ആ കൂടാരത്തിൽ ദൈവം ഇറങ്ങി 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു, ദൈവത്തിനോടൊപ്പം ഇരുന്നു, ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു. ആ മനുഷ്യൻ അവിടെ കൊടുത്തിരിക്കുന്ന പദം മുഖാമുഖമെന്നാണ്, ഫേസ് ടു ഫേസ്. എന്നിട്ട് ആ മനുഷ്യൻ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ജനത്തിനോട് മോശ പറഞ്ഞില്ല ഞാൻ 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നെന്ന്. ഇറങ്ങി വന്ന മോശയുടെ മുഖം കണ്ടപ്പോൾ ജനം പറഞ്ഞു, നീ വെളിച്ചമാണ്, നീ വെളിച്ചമാണ്. മോസസ്, you are not a man, you are a light. എന്റെ സഹോദരങ്ങളെ, 40 ദിവസം ഈ മനുഷ്യൻ എന്തിലായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? എന്തായിരുന്നു? ഇദ്ദേഹം എന്ത് കണ്ടോ അത് ജനം അദ്ദേഹത്തിൽ കണ്ടു. ആ വാക്കൊരിക്കൽ കൂടെ ഞാൻ പറയാം. 40 ദിവസം മോശ എന്ത് കണ്ടോ അത് 40ാമത്തെ ദിവസം ജനം മോശയിൽ കണ്ടു. ദൈവസന്നിധിയിൽ നമ്മൾ എന്തു കാണുന്നു അതേ ജനം നമ്മെ കാണത്തുള്ളൂ. ആത്മാവിനകത്ത് നമ്മൾ എന്തു കാണുന്നു അത് മാത്രമേ നമ്മളിൽ നിന്ന് ജനം കാണത്തുള്ളൂ. മോശ ദൈവത്തിൽ എന്തു കണ്ടോ അത് ജനം മോശയിൽ കണ്ടു. മോശയിൽ ജനം കണ്ടത് ഒരു മനുഷ്യനെ അല്ല, ഒരു വെളിച്ചത്തെയാണ്. എന്തു മനസ്സിലായി? ഈ വെളിച്ചത്തിനകത്തൊരു മനുഷ്യൻ കയറിയാൽ അവനും വെളിച്ചമായി മാറും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചോ. ഇതിനകത്തൊരാൾ കയറിയാൽ അവനും വെളിച്ചമായി മാറും. ഹല്ലേലൂയ. ജീസസ്. പഴയ നിയമത്തിൽ അത് മങ്ങുന്ന വെളിച്ചമാണെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ മങ്ങുന്നതല്ല, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകുന്നതാണ്. ആ വചനം നമ്മെ പഠിപ്പിച്ചത്, യേശു നമ്മോട് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ട് യേശു നമ്മോട് പറഞ്ഞു നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും, അവൻ വെളിച്ചമായി മാറും. ഒരാമേൻ പറയാമോ? ഇന്നിവിടെ ഇരിക്കുന്നവരെ നോക്കി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പലർക്കും മനുഷ്യരായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിങ്ങളൊരു വെളിച്ചമാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ പലർക്കും മനുഷ്യരായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിങ്ങൾ വെളിച്ചമാണ്. കാരണം യേശു അതാണ് പറഞ്ഞത്, ഞാൻ വെളിച്ചമാണ്, നിങ്ങളും വെളിച്ചമാണ്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ മക്കൾ ഇരുടുപോലെ ഇരിക്കത്തില്ല, വെളിച്ചത്തിൻ്റെ മക്കൾ വെളിച്ചം പോലെ ഇരിക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രാത്രി ഈ വചനത്തിൻ്റെ ശക്തി ഓരോ മക്കളുടെ മേൽ ഇറങ്ങുകയാണ്. ജാതക ശാപം കൊണ്ട് കുടുംബം തകർന്ന്, വീട് തകർന്ന്, 7ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ച് ജാതകത്തിന്റെ ശാപം വീടിനെ മുഴുവൻ തകർത്ത്, 8ാമത്തെ വയസ്സിൽ കുടുംബം നഷ്ടപ്പെട്ട് ട്രിവാൻഡ്രം പട്ടണത്തിൽ ഒരു അമ്മ 2 മക്കളെയും കൊണ്ട് ഇരന്ന് ജീവിച്ച് അവൻ ഒരു വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവരായി, ശാപത്തിന്റെ ജാതക ശാപം കൊണ്ട് ജീവിതം അമ്പാടെ തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് മരണം മാത്രം മുന്നിൽ കണ്ട ആ കുടുംബത്തിലേക്ക് യേശു എന്ന വെളിച്ചം വന്നപ്പോൾ അമ്മയെയും പെങ്ങളെയും പോറ്റാൻ വിദ്യാഭ്യാസം മടക്കി വെച്ച് തിരുവനന്തപുരം പട്ടണത്തിൽ റോഡ് ടാർ ചെയ്യുന്ന, ടാർ ജോലിക്ക് നടന്ന, എല്ലാം നഷ്ടപ്പെട്ട അരവിന്ദ് മോഹന്റെ മേൽ യേശു എന്ന വെളിച്ചം വന്നപ്പോൾ ഏതു പട്ടണത്തിൽ തല താഴ്ത്തി പരാജയനായി നടന്നു, ആ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു രാജാവിനെ പോലെ. ഇത് വെളിച്ചത്തിന്റെ ശക്തിയാണ്. ഈ വെളിച്ചത്തിൽ ആര് വിശ്വസിക്കുന്നു, ഈ യേശു എന്ന വെളിച്ചത്തിൽ ആര് കയറുന്നുവോ അവനും വെളിച്ചമായി മാറും.
Amen. Shabadiyatala. ഈ രാത്രി ചില ചെറുപ്പക്കാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. നിന്റെ സാഹചര്യം എത്ര ചെറുതാകട്ടെ, നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, എന്നാൽ ഈ രാത്രി യേശു വിളിക്കുന്നു, വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു. ഒറ്റ വാക്കൂടെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാഹളത്തിനൊത്തൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം അതുവരെ കണ്ടിട്ടില്ലാത്തൊരു മേഖലയിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം വന്നു. വെളിപ്പാട് പുസ്തകം മുഴുവൻ നിങ്ങൾ നോക്കിക്കോ, കണ്ടു 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 എന്ന വാക്കാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച പറയാം. 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായ മഹത്വധാരിയായ ക്രിസ്തുവിനെ കണ്ടു. ഒരാമേൻ പറഞ്ഞേ. ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്. ഒരു ദൂത് ഞാൻ പറയാം. എല്ലാ ശിഷ്യന്മാരോടും യേശു പറഞ്ഞ ദൂതല്ല യോഹന്നാനോട് പറഞ്ഞത്. യോഹന്നാനോട് പറഞ്ഞ ദൂത് കേട്ടവർക്കാർക്കും മനസ്സിലായതുമില്ല. ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിനോട് ദൂത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പത്രോസ് നീ ഭയങ്കര ഉണർവാകാൻ പോവാ, വലിയ മെഗാ ചർച്ചിന്റെ പാസ്റ്റർ ആകാൻ പോവാ. പക്ഷെ യോഹന്നാനോട് ദൂത് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. ചിലർ പറഞ്ഞു എന്തോ അവൻ മരിക്കത്തില്ലെന്ന്, അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, യാക്കോബ് മരിച്ചു, പത്രോസ് മരിച്ചു, പൗലോസ് മരിച്ചു, ശിഷ്യന്മാർ എല്ലാവരും മരിച്ചു. അപ്പോഴും ഒരു വയോവൃദ്ധനായ മനുഷ്യൻ മാത്രം മരിക്കാതിരിക്കുന്നു. എന്റെ ഭാഷയിൽ ഞാൻ പറയാം, യാക്കോബിനെ കൊന്നാൽ അടുത്തു കൊല്ലേണ്ടത് യോഹന്നാനെയാണ്. പക്ഷെ യോഹന്നാനെ തൊട്ടില്ല. എഫെസോസിന്റെ സഭയിൽ ഒരു വാർദ്ധക്യം ചെന്നൊരു മനുഷ്യൻ ഇരിക്കുന്നു. ആരോ പറഞ്ഞു, സാരമില്ല, വിട്ടേക്ക്, വയസ്സായില്ലേ, പണ്ടത്തെ പോലെ ശക്തിയൊന്നും ഇല്ല, പണ്ടായിരുന്നു സുവിശേഷവും ശുശ്രൂഷയും, ഇപ്പൊ വയസ്സായിരിക്കുക. എന്നാലും ഡൊമീഷ്യൻ ഒരു സംശയം, ഇവൻ വയസ്സായിട്ടിരിക്കുകയാണോ എന്ന്. വെറുതെ എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു. വെറുതെ എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തെന്ന്. അപ്പോഴാ ഡൊമേഷൻ വിറച്ചത്. ഇത് വയസ്സായിരിക്കുക അല്ല, ഇത് മറ്റെന്തിനോ വേണ്ടിയിരിക്കും. നീ വെറുതെ ഇരിക്കുകയല്ലെന്ന്, അടുത്തൊരു ദൈവവാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് ദൈവം. സഹോദരി നീ വെറുതെ ഇരിക്കുകയല്ലെന്ന്, സഹോദര നീ വെറുതെ ഇരിക്കുകയല്ലെന്ന്, നിന്റെ മേലൊരു ദൂതുണ്ടെന്ന്. ഡൊമീഷ്യൻ യോഹന്നാനെ മരണത്താഴ്വരയിലേക്ക് പറഞ്ഞു വിട്ടു. മരണത്താഴ്വരയിലേക്ക് പറഞ്ഞു വിട്ടു. മരണത്താഴ്വരയിൽ ചെന്ന് യോഹന്നാൻ മരണം കണ്ടെന്നല്ല, മരണത്താഴ്വരയിൽ ചെന്ന് മഹത്വധാരിയായ ക്രിസ്തുവിനെ കണ്ടെന്നാണ്. എന്താ യോഹന്നാനെ മരിക്കാത്തെ? കർത്താവ് പറയും, എന്റെ വിരൂപമാക്കപ്പെട്ട ശരീരം ക്രൂശിൽ വെച്ച അടുത്ത് നിന്ന് കണ്ടത് നീയാ. മറ്റാരും കാണുന്നതിനേക്കാൾ ഏറ്റവും നന്നായി എൻ്റെ വിരൂപമായ ശരീരം നീ കണ്ടു. യോഹന്നാനെ, ഈ വിരൂപമായ ക്രൂശിക്കപ്പെട്ട ശരീരം കണ്ടല്ല അവസാനിക്കേണ്ടത്. എനിക്കൊരു ഗ്ലോറിഫൈഡ് ഫേസ് ഉണ്ട്, മഹത്വീകരിക്കപ്പെട്ടൊരു മുഖമുണ്ട്. അത് കണ്ടിട്ടേ നീ ഭൂമി വിട്ട് മടങ്ങൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വിരൂപത വരച്ചുകൊണ്ടല്ല ബൈബിൾ അവസാനിക്കുന്നത്. ഓ ജീസസ്, തേജോമയനായ മഹത്വധാരിയായ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലെടുത്ത ഞാൻ ഇനി മരിക്കയില്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന നിത്യനായ യേശുവിന്റെ മുഖം സഭയ്ക്ക് തന്നിട്ടാണ് യോഹന്നാൻ പോയത്. വിരൂപതയുടെ മുഖം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കുമില്ലാത്ത ക്രൂശുണ്ടോ? ക്രൂശിക്കപ്പെട്ട മുഖം കണ്ടിട്ട് ഇവിടുന്ന് പോകില്ല. ഒരു മഹത്വീകരിക്കപ്പെട്ട ഫേസ് ഉണ്ട്, അത് കാണാൻ തയ്യാറാകുക. യോഹന്നാൻ കണ്ണു തുറന്ന് കണ്ടപ്പോൾ
7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. 7 വിളക്കുകൾ. ആ വിളക്കിൻ്റെ പേര് മെനോറ എന്നാണ്. ഞാൻ നിർത്തുന്നു. മെനോറ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ആലയമായ സമാഗമന കൂടാരത്തിനകത്ത് ഒരിക്കലും അണയാത്ത വിളക്ക്. പുരോഹിതൻ ധരിച്ചിരിക്കുന്ന വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, വിവിധ നിറത്തിലുള്ള കല്ലുകൾ, ഇതെല്ലാം ധരിച്ച് പുരോഹിതൻ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആലയത്തിൽ കയറുമ്പോൾ അവിടെ കത്തി നിൽക്കുന്ന ഒരു മെനോറയുണ്ട്. ആ മെനോറയുടെ വെളിച്ചം പുരോഹിതന്റെ മേൽ അടിക്കുമ്പോൾ പുരോഹിതൻ തിളങ്ങുമായിരുന്നു. ആ വെളിച്ചത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അതൊരിക്കലും അണയില്ല. ഇവിടെ ഇതാ യോഹന്നാൻ കണ്ണു തുറന്ന് കാണുന്നു, ആ വെളിച്ചം കാണുന്നു. ഒരു മെനോറ, 7 വിളക്ക്. ആ 7 വിളക്കിന്റെ നടുവിൽ തേജോമയനായ ക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ ആ വെളിച്ചത്തിന്റെ ശ്രേഷ്ഠതയിൽ ക്രിസ്തുവിന്റെ മനോഹരമായ ഫേസ് യോഹന്നാൻ കാണുകയാണ്. അധ്യായം അവസാനിക്കുമ്പോൾ ദൈവം യോഹന്നാനോട് പറഞ്ഞു, നീ കണ്ട 7 നക്ഷത്രം 7 ഏഞ്ചൽസ് എന്നല്ല ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, 7 മെസ്സഞ്ചേഴ്സ് എന്നാണ്. നീ കണ്ട വിളക്ക് അതെന്റെ സഭയാണ്. നിർത്തുകയാണ്. യോഹന്നാൻ കണ്ട വിളക്ക്, ആ വിളക്ക് എന്താന്ന് ദൈവം പറയുകയാണ്. നിനക്കത് വിളക്കായിരിക്കാം, എനിക്കത് സഭയാണ് എന്നു പറഞ്ഞാൽ ആ ജ്വലിച്ചു നിൽക്കുന്ന മെനോറയുടെ സ്ഥാനത്ത് ദൈവം കണ്ടത് ക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച എന്നെയും നിങ്ങളെയുമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാനും നിങ്ങളും എത്രത്തോളം പ്രകാശിക്കുന്നു അത്രത്തോളം ക്രിസ്തു വെളിപ്പെട്ടു വരും. വെളിച്ചമായ സഭ, വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചിത്രം. നമ്മൾ കണ്ടത് അന്തിക്രിസ്തുവിനെ. അതാ വിഷയം. വെളിപ്പാട് പുസ്തകം എന്തിനെഴുതിയെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം തുറക്കത്തോലുമില്ല പേടിച്ചിട്ട്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവുമായുള്ള ഒരു മനുഷ്യന്റെ കൂട്ടിമുട്ടൽ. An encounter with a glorified Christ. ആ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം വെളിപ്പെടുത്തി എന്താണെന്നറിയോ? സഭ വെളിച്ചമാണ്. സഭ വെളിച്ചമാകുമ്പോൾ ക്രിസ്തു വെളിപ്പെടുകയാണ്. യോഹന്നാൻ പത്മോസിലേക്ക് പോകുമ്പോൾ സിറ്റുവേഷൻ എന്താണെന്നറിയോ? ദൈവസഭ പീഡനത്തിലാണ്. പക്ഷെ എഴുതി കൊടുത്ത വെളിപ്പാട് പുസ്തകം എന്താ പറഞ്ഞെന്നറിയോ? പീഡനത്തിൽ നിൽക്കുന്ന സഭയെക്കുറിച്ചല്ല, വെളിച്ചമായി നിൽക്കുന്ന സഭ, വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തു. നിർത്തുന്നു. എന്താണ് അവസാനത്തെ പുസ്തകം നിങ്ങളോട് പറഞ്ഞത്? ദൈവം പറയുന്നു, എൻ്റെ മക്കളൊരു വെളിച്ചമാണ്. അവർ എത്രത്തോളം പ്രകാശിക്കുന്നു അത്രത്തോളം ക്രിസ്തു വെളിപ്പെട്ടു വരും. ഞാനും നിങ്ങളും ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചമണയരുത്, ഈ വെളിച്ചമണയരുത്. അവസാനത്തെ അധ്യായം പറയുന്നു, അവിടെ സൂര്യനില്ല. 1-ാമത്തെ അധ്യായം പറയുന്നു, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ വെളിച്ചമുണ്ടായി. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നു. അത് അക്കോർഡിംഗ് ടു ദ ഹ്യൂമൻ തിയോളജി. എന്നാൽ അക്കോർഡിംഗ് ടു ദ ഗാഡ്സ് തിയോളജി, സൂര്യനല്ല വെളിച്ചം തരുന്നത്, ഈ വെളിച്ചമാണ് സൂര്യനെ ഉണ്ടാക്കിയത്. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ വെളിച്ചം സൂര്യനല്ല. ഒരുമിച്ച് എഴുന്നേൽക്കാമോ? നിങ്ങൾ ഇരുന്നാൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ചിലർക്ക് പ്രശ്നമായിക്കൊണ്ടേയിരിക്കും. ആമേൻ. സൂര്യനല്ല നമ്മുടെ വെളിച്ചം. സൂര്യൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ മുഖം കറുക്കും. സൂര്യൻ്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ മുഖം കറുക്കും. എന്നാൽ തേജസ്സിൻ്റെ വെളിച്ചത്തിലേക്ക് ചെന്ന് കയറിക്കേ, നിങ്ങളൊരു വെളിച്ചമായി മാറും.
ഈ ഭൂമിയിലെ സകല നിയമങ്ങളും കണക്കുകളും വർഷങ്ങളും കാലങ്ങളും മണിക്കൂറുകളും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ, നമ്മളൊരു സാധനം വാങ്ങിയാൽ അതിലൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് തീരുമാനിക്കുന്നത് സൂര്യനാണ്. കാരണം സൂര്യനാണ് ദിവസങ്ങളെ തീരുമാനിക്കുന്നത്, സൂര്യനാണ് കാലങ്ങളെ തീരുമാനിക്കുന്നത്. ഏതൊരു പ്രൊഡക്റ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, സൂര്യന്റെ വെളിച്ചത്തിലിരിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ തേജസ്സിനകത്തിരിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനും എക്സ്പയറി ഡേറ്റ് ഇല്ല. സൂര്യന്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ പറക്കിയെടുക്കുന്ന മന്ന രാവിലെ പറക്കി ഉച്ചയ്ക്ക് ഒളിപ്പിച്ചു വച്ചാൽ കൂടാരത്തിനകത്ത് നിന്ന് നാറ്റം വരും. രാവിലത്തെ മന്ന ഉച്ചയ്ക്ക് ഒളിപ്പിച്ചു വച്ചാൽ കൂടാരത്തിൽ നിന്ന് നാറ്റം വരും. എന്നാൽ അതേ മന്ന തേജസ് ഇറങ്ങുന്ന പെട്ടകത്തിനകത്ത് കാലങ്ങൾ ഇരുന്നാലും നാറ്റമില്ല. കാരണം അതിന്റെ മേൽ അടിക്കുന്നത് സൂര്യനല്ല, അതിന്റെ മേൽ അടിക്കുന്നത് തേജസ്സാണ്. ഇന്ന് രാത്രി സഭയുടെ മേൽ വെളിപ്പെടുന്നത് തേജസ്സാണ്. ദൈവസഭയുടെ അവസാനത്തെ വാക്ക് മരണമല്ല, ദൈവസഭയുടെ അവസാനത്തെ വാക്ക് മഹത്വമാണ്. ഈ നാട്ടിൽ നിങ്ങൾ ഇറങ്ങിച്ചെന്ന് എല്ലാവരോടും ചോദിക്ക്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക്? അവർ പറയും മരണം, മരണം, മരണം. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളോട് ചോദിക്ക്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക്? അവർ പറയും മഹത്വം, മഹത്വം, മഹത്വം. ഞങ്ങൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്കല്ല, മഹത്വത്തിൽ നിന്ന്. ദൈവത്തിന്റെ ഒന്നാമത്തെ ശബ്ദം വെളിച്ചമുണ്ടാകട്ടെ. കരമടിച്ച് ശബ്ദം ഉയർത്തി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആത്മനാഥനേ, കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു, കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. യേശുവേ ആത്മനാഥനേ, 17ാമത്തെ വയസ്സിൽ എന്റെ ഭവനത്തിൽ തുറന്നു വന്ന വെളിച്ചം, എന്റെ കുടുംബത്തിൽ തുറന്നു വന്ന വെളിച്ചം, എന്റെ ഭവനത്തിൽ തുറന്നു വന്ന വെളിച്ചം, ആ വെളിച്ചമായ ക്രിസ്തു ഇന്ന് രാത്രി ഇതിനകത്തേക്ക് തുറന്നു വരികയാണ്. ഇതെന്നെ കൊല്ലുന്ന വെളിച്ചമല്ല, ഇതെന്നെ ജീവിപ്പിക്കുന്ന വെളിച്ചമാണ്. ഇതെന്നെ ജീവിപ്പിക്കുന്ന വെളിച്ചമാണ്. കണ്ണുകൾ അടച്ച് 10 മിനിറ്റ് മുൻപോട്ട് പോയി ക്ഷമിക്കുക. സുവിശേഷം മതത്തിൽ നിന്ന് മതത്തിലേക്ക് പോകുന്നതല്ല, സുവിശേഷം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മുമ്പേ ഞങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ഞങ്ങൾ വെളിച്ചമാണ്. അന്ധകാരത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവപുത്രന്റെ രാജ്യത്തിലേക്ക് സ്വർഗം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇതൊരു വെളിച്ചമാണ്, ഇതൊരു ജീവനാണ്, ഇതൊരു സ്നേഹമാണ്. ഈ രാത്രി കർത്താവേ, കണ്ണു തുറന്ന് കാണുവാൻ, മറയപ്പെട്ടതെല്ലാം വെളിപ്പെട്ട് വരുവാൻ, ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ, ഞങ്ങളുടെ യാഥാർത്ഥ്യ സത്യത്തെ തിരിച്ചറിയുവാൻ. യേശു പറഞ്ഞു, വിളക്ക് കത്തിച്ചാരും പറയിൻ കീഴിൽ വയ്ക്കില്ല. ആരാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത്? ഒരിക്കലും കഴിയില്ല. സഭയെ നമ്മളൊരു വെളിച്ചമാണ്. ഒരു നിയമത്തിനും ഒരധികാരത്തിനും ഒരു പിശാചിനും സഭയാകുന്ന വെളിച്ചത്തെ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ല. അടുത്തേശു പറഞ്ഞു, മലമേലിരിക്കുന്ന പട്ടണം എങ്ങനെ മറഞ്ഞിരിക്കും? വിശ്വസിക്കേ, വിശ്വസിക്കേ. ഇത് നീ അണഞ്ഞു പോകുന്ന വർഷമല്ല, നീ തേജസ്സിലേക്ക് പോകുന്ന വർഷമാണ്. ആർക്കും ഞാൻ എന്ന വെളിച്ചത്തെ ഒളിപ്പിക്കാൻ കഴിയില്ല. പർവ്വത മുകളിലിരിക്കുന്ന പട്ടണത്തെ മറയ്ക്കാനും കഴിയില്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഈ വചനത്തെ വിശ്വസിക്കുന്നു, ഒരുമിച്ച് ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നു. ഈ വെളിച്ചം ഇവിടെ വ്യാപരിച്ചപ്പോൾ അനേകർ സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞു. ഈ വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിച്ച നിമിഷം തന്നെ അനേകരുടെ രോഗങ്ങൾ പുറത്തു പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വെളിച്ചത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ശരീരം വിടുവിക്കപ്പെടുകയാണ്. ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് കാൽ വെക്കുന്നത് മനുഷ്യരായിട്ടല്ല, വെളിച്ചമായിട്ടാണ്. വിശ്വസിക്കുന്ന മക്കളെ, ആ ഇരുട്ടിലേക്ക് നിങ്ങളൊരു വെളിച്ചമായി മാറുകയാണ്.
Oh, Jesus. Thank you, Lord. Thank you, Lord.